بسم الله الرحمن الرحيم. الحمد لله رب العالمين. نشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الذين يوفون بعهد الله ولا ينقضون الميثاق والذين يصلون ما أمر الله به أن يوصل ويخشون ربهم ويخافون سوء الحساب والذين صبروا ابتغاء وجه ربهم وأقاموا الصلاة وأنفقوا مما رزقناهم سرا وعلانية ويدرؤون بالحسنة السيئة أولئك لهم عقبى الدار جنات عدن يدخلونها ومن صلح من آبائهم وأزواجهم وذرياتهم والملائكة يدخلون عليهم من كل باب سلام عليكم بما صبرتم فنعم عقبى الدار. صدق الله العلي العظيم. صدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. ഏറ്റവും പ്രിയപ്പെട്ട പ്രവാസി സുഹൃത്തുക്കൾ, ഈ സ്ഥാപനത്തിൽ ഇങ്ങനെ ഒരു പരിപാടി ഉണ്ടെന്നറിഞ്ഞപ്പോൾ ഇവിടെ നൽകപ്പെടുന്ന ഉപദേശങ്ങളിൽ പങ്കുകൊള്ളാൻ വേണ്ടി ഇവിടെ എത്തിയ സഹോദരിമാർ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം അവൻ പൊരുത്തപ്പെട്ട സാലിഹായ അമലായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. കെട്ടി നിൽക്കുന്ന വെള്ളവും ഒലിക്കുന്ന വെള്ളവും തുല്യമല്ല. കെട്ടി നിൽക്കുന്ന വെള്ളം കുറേ ദിവസം കഴിയുമ്പോൾ അതിൻ്റെ കളറ് വ്യത്യസ്തമാവുകയും അതുപോലെ ഉപയോഗിക്കാൻ മനുഷ്യൻ്റെ മനസ്സിന് അറപ്പ് തോന്നുകയും ചെയ്യും. എന്നാൽ വളരെ കുറഞ്ഞ വെള്ളമാണെങ്കിലും ഒലിച്ചുകൊണ്ടിരിക്കുന്ന വെള്ളം അത് ഒലിക്കുന്നതിനിടയിൽ ഫിൽട്ട് ചെയ്തു പോകും. അതുകൊണ്ട് തന്നെ ഒലിക്കുന്ന വെള്ളം നല്ല ശുദ്ധിയുണ്ടാകും. ഇതുപോലെയാണ് യാത്ര ചെയ്യുന്ന മനുഷ്യനും യാത്ര ചെയ്യാത്ത മനുഷ്യനും തമ്മിലുള്ള വ്യത്യാസമെന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. യാത്ര ചെയ്യുന്നവൻ പല പ്രദേശങ്ങളിലും അവൻ പോവുകയും വരികയും ചെയ്യുന്നതിനാൽ ഒലിക്കുന്ന വെള്ളം ഫിൽട്ട് ചെയ്യപ്പെടുന്നത് പോലെ യാത്ര ചെയ്യുന്നവരുടെ സ്വഭാവത്തിലും സംസ്കാരത്തിലും അതുപോലെ ജീവിത രീതിയിലുമൊക്കെ ഒരുപാട് സംശുദ്ധി യാത്രയിലൂടെ നേടിയെടുക്കാൻ സാധിക്കും. അതേസമയം കെട്ടി നിൽക്കുന്ന വെള്ളം ഒരേ സ്ഥലത്ത് നിൽക്കുന്നതുകൊണ്ട് ആ വെള്ളത്തിൽ ആരെങ്കിലും മോശമായ വസ്തുക്കൾ കൊണ്ടുപോയി എറിഞ്ഞാൽ മാത്രമേ നജസാവുകയുള്ളൂ, അല്ലെങ്കിൽ മോശമാവുകയുള്ളൂ. നേരെ മറിച്ച് ഒലിക്കുന്ന വെള്ളം ചിലപ്പോൾ ഒലിക്കുന്ന സ്ഥലത്തെവിടെയെങ്കിലും നജസുണ്ടെങ്കിൽ വെള്ളം 2 കൊല്ലത്ത് ഇല്ലെങ്കിൽ ആ വെള്ളം നജസ് തട്ടി മോശമായി പോകാനും സാധ്യതയുണ്ട്. ഇതും നമ്മളുടെ മനസ്സിൽ ഓർമ്മ വേണ്ട ഒരു വിഷയമാണ്. യാത്ര പോകുന്നതിനിടയിൽ യാത്രയിലൂടെ ഒരുപാട് സംസ്കരണങ്ങളും ശുചീകരണങ്ങളും നമ്മുടെ സ്വഭാവത്തിന് ലഭിക്കുന്നു എന്നതൊരു ഭാഗമാണ്. അതേസമയത്ത് യാത്രക്കിടയിൽ നമ്മൾ നേരത്തെ വിശ്വസിച്ചിട്ടില്ലാത്ത, അംഗീകരിച്ചിട്ടില്ലാത്ത ഏതെങ്കിലും വിശ്വാസങ്ങളോ സ്വഭാവങ്ങളോ മറ്റേതെങ്കിലും ആളുകളിൽ നിന്ന് നമുക്ക് പകർന്നു കിട്ടിയാൽ നമ്മുടെ യാത്ര കൊണ്ട് നാം ചീത്തയാകാനും ചിലപ്പോൾ കാരണമായി പോകും. അല്ലാഹു കാക്കട്ടെ. അപ്പോൾ യാത്ര പോകുന്നവൻ, യാത്ര എന്നത് മൊത്തത്തിൽ ഫിൽട്ടർ ചെയ്യപ്പെടാൻ പറ്റുന്ന, ശുചീകരിക്കപ്പെടാൻ പറ്റുന്ന നല്ല കാര്യമാണ് എന്ന് മനസ്സിലാക്കുകയും അതേസമയത്ത് നമ്മൾ യാത്രക്കിടയിൽ
ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മാലിന്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് പെട്ടുപോകാതിരിക്കാൻ വേണ്ടി പരിശ്രമിക്കുകയും ചെയ്യണം. ഇത് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്. മറ്റൊരു കാര്യം, പ്രവാസികൾ എന്ന് പറയുന്നത് ഈ രാജ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. എന്നല്ല, ഈ രാജ്യത്തുള്ള എത്രയോ ആളുകൾ അവരുടെ വീട്ടിൽ അടുപ്പിൽ തീ കത്തിക്കുന്നത് പ്രവാസികൾ മുഖേനയാണ്. ഒരുപക്ഷെ അത് ഡയറക്റ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ മറ്റ് ഉപാധികളിലൂടെ ആയിരിക്കാം. ഒരു ചെറിയ ഉദാഹരണം ഞാൻ പറയുന്നു. ഇപ്പോൾ ഇതിൻ്റെ നേരെ പിന്നിൽ ഒരു ബിൽഡിങ്ങിൻ്റെ വർക്ക് നടക്കുന്നു. ഇവിടെ സ്കൂളിൻ്റെ വർക്ക് നടന്നു കഴിഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ കുറേ ബിൽഡിങ്ങുകൾ, ഈ കുറേയേറെ ബിൽഡിങ്ങുകൾ താഴെയും മേലെയും ഒക്കെ കുറേ ബിൽഡിങ്ങുകളുടെ വർക്ക് നടക്കും. ആ വർക്ക് ചെയ്യുന്ന ആളുകളിൽ പല രാജ്യക്കാരും, വടക്കേ ഇന്ത്യയിലുള്ള ഉറുദു സംസാരിക്കുന്ന ആളുകളുണ്ട്, അതുപോലെ കേരളക്കാരുണ്ട്, പല നാട്ടുകാരുമുണ്ട്. അവർ അറിയുന്നില്ല, അല്ലെങ്കിൽ അവർ ചിലപ്പോൾ മനസ്സിലായിക്കൊള്ളണം എന്നില്ല, ഈ വർക്ക് നടക്കുന്നതിനാൽ അവരുടെ വീട്ടിൽ അവരൊരു പക്ഷേ അരി വാങ്ങുന്നുണ്ടാകും. ആ അരി വാങ്ങുന്നതിൻ്റെ പിന്നിൽ പ്രവാസികളാണ്. ചെറിയൊരു ഉദാഹരണം, ഇപ്പം ബേക്കിലെടുക്കുന്ന ബിൽഡിംഗ്, അത് നിർമ്മിക്കാൻ വേണ്ടി ഒരാൾ എനിക്ക് സഹായം ചെയ്ത് സിറാജുൽ ഹുദയെ സഹായിക്കുന്നുവെങ്കിൽ ആ സഹായം ചെയ്തു തരുന്ന വ്യക്തിയെ എനിക്ക് പരിചയപ്പെടുത്തി തന്ന ഒരു പ്രവാസിയുണ്ട്. അദ്ദേഹം ആ പരിചയപ്പെടുത്തിയത് കൊണ്ടാണ് അങ്ങനെ ഒരു ബിൽഡിംഗ് നിർമ്മിക്കാൻ അവസരം അള്ളാഹു തന്നത്. ഈ ബിൽഡിംഗ് നിർമ്മിക്കാൻ പരിചയപ്പെടുത്തി തന്ന വേറൊരു പ്രവാസിയുണ്ട്. അതിൻ്റെ അപ്പുറത്തെ ഒരു ബിൽഡിംഗ്, അത് നിർമ്മിക്കാൻ പരിചയപ്പെടുത്തുന്ന മറ്റൊരു പ്രവാസിയുണ്ട്. ഇങ്ങനെ സിറാജുൽ ഹുദയുടെ കീഴിൽ തന്നെ നമുക്ക് ഒരുപാട് ദശക്കണക്കിന് കെട്ടിടങ്ങൾ കാണാം. ആ കെട്ടിടങ്ങളുടെ ഒക്കെ പിന്നിൽ ഓരോ പ്രവാസികളുണ്ട്, ഓരോ കേരളക്കാരായ പ്രവാസികളുണ്ട്. അവർ ചെറിയ തോതിൽ ഒരു വ്യക്തിയെ പരിചയപ്പെടുത്തി തന്നതായിരിക്കാം. പക്ഷേ അതിൻ്റെ പിന്നിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പിന്നീട് ആ കാരണത്താൽ ഒരുപാട് കാര്യങ്ങൾ അള്ളാഹുവിൻ്റെ ദീനിന് അല്ലാഹു തആല തുറന്നു തന്നിട്ടുണ്ടാകും. ആ തുറന്നു തന്നതിൻ്റെ പിന്നിലൊക്കെ ഓരോ പ്രവാസികളുണ്ട്. ആദ്യമായി വിദേശ രാജ്യങ്ങളിലേക്ക് പോകാൻ വേണ്ടി നമുക്ക് വിസ തന്ന ആളുകളുണ്ട്, വിസ സംഘടിപ്പിച്ച് തന്നവരുണ്ട്. ചെന്നാൽ അവിടെ താമസിക്കാൻ സൗകര്യം, അവരുടെ റൂം ഒഴിഞ്ഞു തരുന്നവരുണ്ട്. അവരുടെ കാറുകൾ നമുക്ക് പോകാൻ വേണ്ടി സൗകര്യത്തിന് വിട്ടുതരുന്നവരുണ്ട്. അവർ തന്നെ വലിയ മുതലാളിമാർ, അവർ ഡ്രൈവ് ചെയ്ത് ഞങ്ങളെപ്പോലുള്ള പ്രവർത്തകന്മാരെയും കൂട്ടി പല സ്ഥലങ്ങളിലും പോയവരുണ്ട്, പോകുന്നവരുണ്ട്. ഈ സദസ്സിൽ തന്നെയുണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, കേരളത്തിൽ ഇന്ന് കാണുന്ന ദീനിയായ ചലനങ്ങൾ അല്ലെങ്കിൽ ദീനിയായ സ്ഥാപനങ്ങൾ, അതിൻ്റെ പിന്നിലൊക്കെ പ്രവാസികളാണ്. ആ ദീനീ ചലനം കൊണ്ട് ഇവിടെ ജീവിക്കുന്നത് മുസ്ലിങ്ങളും അമുസ്ലിങ്ങളുമായ എത്രയോ ആളുകളാണ്. അപ്പോൾ എത്രയോ ആളുകൾ നമ്മുടെ സ്ഥാപനത്തിൻ്റെയൊക്കെ ബിൽഡിങ്ങിൻ്റെ വർക്ക് നടത്തുന്ന ആൾ മുസ്ലിങ്ങളുണ്ട്, അമുസ്ലിങ്ങളുണ്ട്, കേരളക്കാരുണ്ട്, വടക്കേ ഇന്ത്യക്കാരുണ്ട്. അവരൊക്കെ വീട്ടിൽ അരി വാങ്ങാൻ കാരണക്കാരായത് പലപ്പോഴും പ്രവാസികളാണ്. പക്ഷേ കാരണക്കാരായ ആളുകൾക്കും അത് ചിലപ്പോൾ അറിയില്ല, ലഭിക്കുന്ന ആളുകൾക്കും അറിയില്ല. ആകയാൽ നമ്മുടെ രാജ്യം പ്രവാസികളെ കൊണ്ടാണ് വാസ്തവത്തിൽ ഇന്ന് കാണുന്ന അനുഗ്രഹത്തോടുകൂടെ നീങ്ങുന്നത് എന്നതിൽ യാതൊരു സംശയവും ഇല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തന്ന നിഅമത്തുകൾ അത് നിലനിർത്തി തരികയും വർദ്ധിപ്പിച്ചു തരികയും നാം ചെയ്യുന്ന തെറ്റുകൾ കാരണത്താൽ അല്ലാഹു തആല നമുക്ക് ശിക്ഷകൾ ഇറക്കാതിരിക്കുകയും ചെയ്യുമാറാകട്ടെ എന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ്. പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം, ആ ദീനുൽ ഇസ്ലാമിൽ ഉറച്ചു വിശ്വസിക്കുന്ന മുസ്ലിങ്ങളാണ് നാം. നമ്മെ സംബന്ധിച്ചിടത്തോളം നാം ഈ ഒരു ജീവിതം കൊണ്ട് മാത്രം സംതൃപ്തി അടയാൻ ഉദ്ദേശിച്ചവർ അല്ല. അങ്ങനെയാണെങ്കിൽ നാം ഇപ്പോൾ ഈ സ്ഥാപനത്തിൻ്റെ മുറ്റത്ത് എത്തുകയില്ല. അതുപോലെ അങ്ങനെയാണെങ്കിൽ നാം ഒരു ദീനിൻ്റെ പ്രവർത്തകനാവുകയില്ല. നാം ഈ ജീവിതം ഒരു യാത്ര മാത്രമാണെന്നും യഥാർത്ഥ ജീവിതം മരണത്തിന് ശേഷമാണെന്നും ഉറച്ചു വിശ്വസിക്കുന്ന മുസ്ലിങ്ങളാണ്, മുഅ്മിനീങ്ങളാണ് നമ്മൾ. അതുകൊണ്ട് തന്നെ നമുക്ക് എപ്പോഴും ധാരാളം ദീനിയായ വിഷയങ്ങൾ പഠിക്കേണ്ടതും ഗ്രഹിക്കേണ്ടതും ഉൾക്കൊള്ളേണ്ടതും അതിന് വേദികൾ ഉണ്ടാകേണ്ടതും ഉണ്ട്. സിറാജുൽ ഹുദ അതിൻ്റെ 20ാം വാർഷിക സമ്മേളനത്തോടനുബന്ധിച്ച് ഇതുപോലെ ഒരു പ്രവാസി ഫാമിലി മീറ്റ് വിളിച്ചിരുന്നു. അന്ന് പ്രധാനമായി 2 ക്ലാസുകൾ നടത്തിയിട്ടുണ്ട്. ആ ക്ലാസ് കേട്ടതിന് ശേഷം
വിദേശ രാജ്യങ്ങളിലുള്ള നമ്മുടെ പ്രവർത്തകരായ ആളുകൾ പലരും ആ സ്റ്റേജിൽ വെച്ച് തന്നെ എല്ലാ വർഷത്തിലും ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കണം എന്ന അഭിപ്രായം പറഞ്ഞപ്പോൾ നമുക്ക് നോക്കാം എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അങ്ങനെ കഴിഞ്ഞ ഒരു വർഷം ഞാൻ തൽക്കാലം ഈ പറഞ്ഞതുപോലെ ആളുകളെ കൂടുതൽ ബുദ്ധിമുട്ടിക്കേണ്ട, നമുക്കും ബുദ്ധിമുട്ട്, സമയം വളരെ കുറവ്, അങ്ങനെ ഒരു കൊല്ലം ഞാൻ മുങ്ങിയതാണ്. ഈ കൊല്ലം രണ്ടാമത്തെ കൊല്ലമെങ്കിലും നടത്താമെന്ന് മനസ്സിലാക്കിയാണ് ഈ വർഷം ഇങ്ങനൊരു പരിപാടി വിളിച്ചു കൂട്ടിയത്. അൽഹംദുലില്ലാഹ് ഒരുപാട് ആളുകൾ വളരെയേറെ പ്രയാസങ്ങൾ തരണം ചെയ്ത് ഈ പരിപാടിയിൽ സ്ത്രീകളും പുരുഷന്മാരും പങ്കെടുത്തതിൽ ഞാൻ അങ്ങേയറ്റം സന്തോഷം പ്രകടിപ്പിക്കുകയാണ്. നീട്ടി സംസാരിക്കുന്നില്ല. മഹാനായ വാസിബ് റളിയല്ലാഹു അൻഹു ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമീപത്തേക്ക് ചെന്ന ഉടനെ തന്നെ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, ജീത തസ്അലു അനിൽ ബിർരി വൽ ഇസ്ം, വാസിബ നീ വന്നത് എന്താണ് നല്ല കാര്യം, എന്താണ് മോശമായ കാര്യം, അത് ചോദിക്കാൻ വേണ്ടി വന്നതല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ മനസ്സിലുള്ള കാര്യം നേരിൽ അറിഞ്ഞിരിക്കുകയാണ്. അത് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു തആല കൊടുത്ത ഒരു വലിയ പവറാണ്. മനസ്സിന്റെ ഉള്ളിലുള്ളത് അറിയാൻ സാധിക്കുക എന്ന വലിയ പവർ. അതനുസരിച്ചാണ് ചോദിച്ചത്, ജീത തസ്അലു അനിൽ ബിർരി വൽ ഇസ്ം, എന്താണ് പുണ്യം, എന്താണ് തെറ്റ്, അത് ചോദിക്കാനല്ലേ നീ വന്നത്? ഖുൽതു നഅം. ഉടനെ തന്നെ വാസിബ് റളിയല്ലാഹു പറഞ്ഞു, ഞാൻ പറഞ്ഞു അത് അതിനെ വന്നത്. ഖാല ഫജമഅ അസ്ഹാബഹു ഫളറബ ബിഹാ സദ്റ. അതിനുശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ കൈയിന്റെ വിരൽ ചേർത്തിട്ട് ഹൃദയത്തിന്റെ മേലെ ഒന്ന് മെല്ലെ അടിച്ചിട്ട് പറഞ്ഞു, ഇസ്തഫ്തി നഫ്സക ഇസ്തഫ്തി ഖൽബക ഇസ്തഫ്തി ഖൽബക ഇസ്തഫ്തി ഖൽബക. നീ ഏത് വിഷയത്തിലും നിന്റെ മനസാക്ഷിയോട് ചോദിക്കണം. ഏത് വിഷയം ചെയ്യുമ്പോഴും നിന്റെ മനസാക്ഷിയോട്, ഹൃദയത്തോട് ചോദിക്കണം. അൽ ബിർറു മത്മഅന്നത് ഇലൈഹി നഫ്സു. പുണ്യം, നല്ല കാര്യം എന്ന് പറയുന്നത് മനസ്സിന് സമാധാനം തോന്നുന്ന വിഷയമാണ്. അത് ചെയ്താൽ മനസ്സിനൊരു സമാധാനം, അത് ചെയ്താൽ മനസ്സിനൊരു ഒരു സൗകര്യം. അങ്ങനെ മനസ്സിന് സമാധാനം തോന്നുന്ന കാര്യം അത് നല്ല കാര്യമായിരിക്കും. വത്മഅന്ന ഇലൈഹിൽ ഖൽബ്, മനസ്സ് അതിലേക്ക് അടങ്ങിക്കൂടുന്നു, അങ്ങനെയുള്ള വിഷയം നല്ല കാര്യമായിരിക്കും. വല്ലിസ്മു മാ ഹാക ഫിൻ നഫ്സി വതറദ്ദദ ഫിസ് സദ്ർ. അതേ സമയത്ത് തെറ്റായ കാര്യം എന്ന് പറയുന്നത് മനസ്സിങ്ങനെ അത് ചെയ്യാൻ പറ്റുമോ, പറ്റൂലേ, അത് മോശമായോ, മോശമായില്ലേ, അത് മോശമാവോ, ആവൂലേ, ഇങ്ങനെ മനസ്സ് പിടക്കുന്ന വിഷയം അതെന്താണോ അത് തെറ്റായിരിക്കും. അപ്പൊ തെറ്റ് മനസ്സിലാക്കാൻ ഏത് സാധാരണക്കാരനും സാധിക്കുന്ന ഒരു മാനദണ്ഡമാണ് പറഞ്ഞത്. മനസ്സാക്ഷിക്ക് സമാധാനം, മനസ്സിന് സമാധാനം തോന്നുന്ന കാര്യം നല്ലതായിരിക്കും. മോശമായോ, മോശമാവോ, തെറ്റാണോ, തെറ്റല്ലേ, ഇങ്ങനെ തോന്നുന്ന കാര്യങ്ങൾ അത് തെറ്റായിരിക്കും. വൈൻ അഫ്താകന്നാസ്, ഏത് വ്യക്തികൾ നിനക്ക് എത്ര തന്നെ ഫത്വ തന്നാലും, നീ ചെയ്തോന്ന് പറഞ്ഞാലും അല്ലെങ്കിൽ ചെയ്യണ്ടെന്ന് പറഞ്ഞാലും, നീ നിന്റെ മനസ്സാക്ഷിയോളം ചോദിക്കണം. അയാൾ ഫത്വ തന്നിട്ടുണ്ടല്ലോ, അല്ലെ ആ മുസ്ലിയാർ പറഞ്ഞിട്ടുണ്ടല്ലോ, കുഴപ്പമില്ല, ഒന്നും നോക്കണ്ട, നിന്റെ മനസ്സിന് സമാധാനം ഉണ്ടോ ഇല്ലേ എന്നത് നീ നോക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. കാരണം ഫത്വ കൊടുക്കുന്ന സ്ഥലത്തൊക്കെ പലപ്പോഴും ഫത്വ കൊടുക്കുന്ന ആളുകൾ, മറുപടി പറയുന്ന ആൾ, ഫത്വ കൊടുക്കാൻ മറുപടി പറയാം, മറുപടി പറയുന്ന ആളുകൾ അയാൾ അങ്ങനെ ചോദിക്കുമ്പോൾ അയാൾക്ക് പറ്റുന്ന യാതൊരു മറുപടിയല്ലേ പറഞ്ഞു കൊടുക്കേണ്ടത് എന്ന നിലക്ക് പലപ്പോഴും നിനക്കൊപ്പിച്ച് പറഞ്ഞു തന്നു എന്ന് വരും, നിന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു എന്ന് വരും. അപ്പൊ നിന്റെ മനസ്സിന് അത് അംഗീകരിക്കാൻ കഴിയുന്നുണ്ടോ? നിന്റെ മനസ്സോട്, മനസ്സാക്ഷിയോട് ചോദിച്ചിട്ടല്ലാതെ നീ ഒരു കാര്യം ചെയ്യരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു. ഇത് അടിസ്ഥാനപരമായ ഒരു തത്വമായി നമ്മുടെ സഹോദരിമാരും സഹോദരന്മാരും എപ്പോഴും ഓർമ്മിക്കണം എന്ന് ഞാൻ സൂചിപ്പിക്കുകയാണ്. നീട്ടി സംസാരിക്കുന്നില്ല. തലബു കസ്ബിൽ ഹലാലി ഫരീളത്തുൻ ബഅദൽ ഫരീള. ഇമാം ബൈഹഖി റിപ്പോർട്ട് ചെയ്തൊരു ഹദീസാണ്. ഹലാലായ ജോലിയെടുക്കുക എന്നത് നിർബന്ധമായ ഒരു കാര്യമാണ്. നിസ്കാരവും നോമ്പും സക്കാത്തും ഒക്കെ നിർബന്ധമുള്ളതുപോലെ നിർബന്ധമായ ഒരു കാര്യമാണ് ഹലാലായ ജോലി തേടുക എന്നത്. ഈ ഹലാലായ ജോലി തേടുക എന്ന നിർബന്ധമായ കാര്യം ഉദ്ദേശിച്ചുകൊണ്ടാണ് നമ്മുടെ പ്രവാസികൾ നാട് വിട്ട് അധ്വാനിക്കാൻ വേണ്ടി പോയിട്ടുള്ളത്. അങ്ങനെ പോയി ഒരു ചെറിയ ബിസിനസ് തുടങ്ങിയ ഒരു വ്യക്തി, അല്ലെങ്കിൽ ഒരു ഏർപ്പാടിൽ ഏർപ്പെട്ടിട്ടുള്ള ഒരു വ്യക്തി, അദ്ദേഹം തുടങ്ങിയ ഏർപ്പാട് അത് ഗുണകരമായ നിലക്കും ബറക്കത്തുള്ള നിലക്കും സംഭവിക്കുന്നുവെങ്കിൽ അദ്ദേഹം അതിലൂടെ തന്നെ പിടിച്ചു കയറാൻ വേണ്ടി ശ്രമിക്കണം എന്നതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉപദേശം. മഹാനായ നാഫി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ ശാമിലേക്ക് കച്ചവടവുമായി ബന്ധപ്പെട്ട് പോകാറുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ
ഒരു പ്രാവശ്യം ഇറാഖിലേക്ക് പോകാൻ ഉദ്ദേശിച്ചു. എന്തിന്? ബിസിനസ്സിന് വേണ്ടി. അങ്ങനെ ഉണ്ടല്ലോ സാധാരണയായി ദുബായിൽ ബിസിനസ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരാൾക്ക് ഖത്തറിൽ ബിസിനസ് തുടങ്ങാമെന്നൊരു തോന്നൽ, ഖത്തറിൽ ബിസിനസ് നടത്തുന്ന ഒരാൾക്ക് ദുബായിൽ ബിസിനസ് തോന്നൽ. കുഴപ്പമൊന്നുമില്ല, തെറ്റൊന്നുമില്ല. പക്ഷേ ഞാൻ ഷാമിൽ ഈ സാധാരണ ബിസിനസ്സിന് പോകുന്ന ഞാൻ ഇനി ഇറാഖിലേക്ക് പോയാൽ എന്താ എന്ന് എനിക്കൊരു തോന്നൽ. അങ്ങനെ ഞാൻ ബഹുമാനപ്പെട്ട ബീവി ആയിഷ റളിയല്ലാഹു അൻഹയെ സമീപിച്ചു. ആയിഷ ബീവിയോട് ഞാൻ എൻ്റെ താല്പര്യം പറഞ്ഞു. അങ്ങനെ യാത്ര പോകുന്ന ആളുകൾ കാര്യമായ ഒരാളോട് ഞാൻ പോവുകയാണ് എന്നൊക്കെ പറഞ്ഞ് ദ്വാരപ്പിക്കാൻ പോകലുണ്ട്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ, ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ അത് പറയാൻ പറ്റുന്ന ഒരാളാണ്, ദ്വാരപ്പിക്കാൻ പറ്റുന്ന ഒരാളാണ്, ഒരു മുശാവറ ചെയ്യാൻ പറ്റുന്ന ആളാണ്. അങ്ങനെ ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് ഞാൻ ഈ വിവരം പറഞ്ഞു. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ എന്നോട് ചോദിച്ചു, മാലക വലി മത്ജരിക, നിനക്കെന്തേ, നീ നേരത്തെ ഷാമിൽ സിറിയയിൽ പോയിട്ടല്ലേ കച്ചവടം ചെയ്യാറ്, അവിടെ എന്താ നിനക്ക് കുഴപ്പം? അവിടെയുള്ള കച്ചവടത്തിന് കുഴപ്പമൊന്നുമില്ലല്ലോ, പിന്നെ എന്തിനാ നീ പിന്നെ ഇറാഖിലേക്ക് പോകുന്നത്? ഫൈനി സമയത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ ഇദാ സബ്ബബല്ലാഹു ലിഅഹദികും റിസ്ഖൻ മിൻ വജ്ഹിൻ ഫലാ യദഉ ഹത്താ യതഗയ്യറു ലഹു ഔ യതനക്കറു ലഹു. ഒരിക്കലും തന്നെ ഒരു സ്ഥലത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഭക്ഷണത്തിന് ഒരു മാർഗത്തിലൂടെ വഴി ഉണ്ടാക്കി കൊടുത്താൽ അത് ഒഴിച്ചുകൊണ്ട് മറ്റൊരു സ്ഥലത്തേക്ക് അവൻ തിരിയരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ വേറൊരു സ്ഥലത്ത് ബിസിനസ് തുടങ്ങുന്നതിന് വിരോധമല്ല, പക്ഷേ ഇത് ഒഴിവാക്കണ്ട, ഇത് ഒഴിവാക്കിക്കൊണ്ട് വേണ്ട. അതുപോലെ തന്നെ ഈ തുടങ്ങിയ ബിസിനസ്സിൽ പുരോഗതി അള്ളാഹു തരുന്നുണ്ടെങ്കിൽ മറ്റൊരു ബിസിനസ്സിലേക്ക് കടന്നിട്ട് ഇത് ഒഴിവാക്കണ്ട. അള്ളാഹു തആല ബറക്കത്ത് എന്നൊരു വിഷയം അത് കൈയൊഴിക്കണ്ട എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ പിന്നെ അതൊരു നിലക്കും ഒക്കുന്നില്ല, ഒരു നിലക്കും കൊണ്ടുപോകാൻ കഴിയില്ല എന്ന രൂപത്തിൽ നിനക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധ്യമല്ലെന്ന് ബോധ്യപ്പെടുകയാണെങ്കിൽ അത് ഒഴിവാക്കുന്നതിന് കുഴപ്പമില്ല, അല്ലെങ്കിൽ ആ പ്രദേശത്ത് പോയി ബിസിനസ് നടന്ന് ഒഴിവാക്കുന്നതിന് കുഴപ്പം ഇല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപദേശിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വരുന്നത്, എല്ലാ ആളുകൾക്കും പരിശുദ്ധ ഇസ്ലാമിൽ എല്ലാവർക്കും നിർദ്ദേശങ്ങളുണ്ട്, എല്ലാ വിഷയത്തിലുണ്ട്. പക്ഷേ അതിനെ സംബന്ധിച്ച് മനസ്സിലാക്കാനും ഗ്രഹിക്കാനും ഏത് വിഭാഗത്തിൽപ്പെട്ടവരും അവർ വിവരമുള്ളവരുമായി ബന്ധപ്പെടുകയും സമീപിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നത് എപ്പോഴും നല്ലതാണ്. ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല. ഏറ്റവും പ്രധാനമായി പ്രവാസികളോട് പറയാനുള്ള ഒരു വിഷയം, നേരത്തെ നമ്മുടെ കൂറ്റമ്പാറ അബ്ദുറഹ്മാൻ ദാരിമി ക്ലാസ് എടുത്തപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞത് കേൾക്കാൻ എനിക്ക് അവസരം കിട്ടിയിട്ടില്ല, അതിൽ പറഞ്ഞോ എന്ന് എനിക്കറിയില്ല. ഏറ്റവും പ്രധാനമായി പ്രവാസികളോട് പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട വിഷയം, നമ്മുടെ അധ്വാനത്തെ സംബന്ധിച്ച് നല്ല ബോധമുള്ളവരായിരിക്കണം. നമ്മുടെ ബാപ്പ ഉമ്മ, അതുപോലെ തന്നെ ഭാര്യ മക്കള്, അതുപോലെ തന്നെ തുടങ്ങി ബന്ധപ്പെട്ട പലരെയും സ്വന്തം നാട്ടിലിട്ട് നാം വളരെ ദൂരെ, വളരെ അകലങ്ങളിൽ പോയി അധ്വാനിക്കുകയാണ്. ഈ അകലങ്ങളിൽ പോയി മാനസികമായി ഒരുപാട് പ്രയാസങ്ങൾക്കും സമ്മർദ്ദങ്ങൾക്കും ഒക്കെ വഴങ്ങി നമ്മൾ മറ്റൊരു നാട്ടിൽ പോയി അധ്വാനിക്കുമ്പോൾ ആ അധ്വാനിക്കുന്ന നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു നയാകാശ്, ആ നയാകാശിന് നല്ല വിലയുണ്ട്, അതെങ്ങനെയെങ്കിലും തീർത്തു കളയാനുള്ളതല്ല എന്ന ബോധം നമ്മുടെ സമൂഹത്തിനുണ്ടായിരിക്കണം. പലപ്പോഴും കഠിനാധ്വാനം ചെയ്യുന്ന വിദേശ നാടുകളിൽ പോയി തിരിച്ചു വരുമ്പോഴേക്ക് അവിടുന്ന് തന്നെ മുഴുവനും ഏകദേശവും അവിടുന്ന് തന്നെ തീർത്തിരിക്കുന്നു. ചില ആളുകൾ തിരിച്ചു വന്നാൽ 15 ദിവസത്തിലെടുക്ക് മുഴുവനും തീർത്തിരിക്കുന്നു, പിന്നെ 15 ദിവസം കഴിയുമ്പോൾ പിന്നെ കടം വാങ്ങുകയാണ്, പിന്നെ പോയിട്ട് തിരിച്ചു വരുന്നത് വരെ അടക്കാനുള്ളത് കടം വാങ്ങിയിട്ട് പോവുകയാണ്. അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന്റെ നിലനിൽപ്പിന് തന്നിട്ടുള്ള സമ്പത്തിന്റെ വിലയെക്കുറിച്ച് ബോധമില്ലാത്തതുകൊണ്ടാണ്. അങ്ങനെയാകാൻ പാടില്ല. ഒരിക്കലും തന്നെ അനാവശ്യമായി ചെലവഴിക്കുന്നവരെയും ദൂർത്തടിക്കുന്നവരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്നില്ലെന്ന് മാത്രമല്ല, ഇന്നൽ മുബദ്ദിരീന കാനൂ ഇഖ്വാന ശയാത്തീൻ, ശൈത്താന്റെ കൂട്ടാളികളാണ് അവർ എന്നാണ് അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. ഈ കാര്യം ഞാൻ എൻ്റെ സഹോദരിമാരോടും പ്രത്യേകം പറയുകയാണ്. ഇമാം ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദ് അൽ ഗസാലി റളിയല്ലാഹു അൻഹു ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞത്? ഭാര്യമാർക്കും സന്താനങ്ങൾക്കും വരുമാനത്തിന്റെ തോത് മനസ്സിലാക്കി കൊടുക്കാൻ പാടില്ല, അവനവന്റെ വരുമാനത്തിന്റെ തോത് എത്രയാണെന്ന് മനസ്സിലാക്കി കൊടുക്കാൻ പാടില്ല എന്ന് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറഞ്ഞു. അതിന് മഹാനവറുകൾ പറഞ്ഞ കാരണം, ചിലപ്പോ നമ്മൾ വരുമാനം വളരെ കുറവാണെങ്കിൽ ഭർത്താവിനെ ഭാര്യ ചിലപ്പോൾ ഇൻസൾട്ട് ആക്കി കളയും. ഇപ്പൊ നമ്മളെ പ്രവാസികളെ ഭാര്യമാരൊന്നും അങ്ങനെ അല്ലെങ്കിലും ചില സ്ത്രീകൾ ചിലപ്പോൾ അങ്ങനെ ഉണ്ടാവും. അപ്പോ ഭർത്താവിന് വരുമാനം വളരെ കുറവാണെന്ന് കണ്ടാൽ അവർ ഭാര്യയ്ക്ക് നൽകേണ്ട വില കൽപ്പിക്കാത്ത ചില സ്ത്രീകളുണ്ടാവും. അങ്ങനെ ആയി പോകുന്നതുകൊണ്ടാണ് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിനക്ക് സാമ്പത്തികമായി വളരെ ഞെരുക്കുണ്ടെങ്കിലും ഭാര്യന്റെ മുമ്പിൽ അത് പാടാൻ പോണ്ട എന്ന് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറഞ്ഞു. രണ്ടാമത്, നീ സാമ്പത്തികമായി നല്ല പുരോഗതി ഉണ്ടെന്ന് വിചാരിക്കുക, എന്നാൽ അതും അവളോട് കണക്ക് പറയണ്ട. കാരണം നന്നായിട്ട് വരുമാനം ഉണ്ട് എന്ന് തോന്നിയാൽ കിട്ടിയതൊന്നും മതിയാവില്ല, എന്ത് ചെയ്തു കൊടുത്താലും പോരാ പോരാ
എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എത്ര കിട്ടുന്നു എന്നുള്ള തോത് പറഞ്ഞു കൊടുക്കരുത് എന്ന് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. ഇത് പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്ന് എന്റെ സഹോദരിമാർ മനസ്സിലാക്കണം. നിങ്ങളോട് എന്തോ ഒരു വെറുപ്പുള്ളത് കൊണ്ട് പറഞ്ഞതല്ല, മറിച്ച് ഒരു ഭർത്താവിന്റെ സാമ്പത്തികമായ ഭദ്രത, ഒരു ഭർത്താവിന്റെ ആരോഗ്യം, ഒരു ഭർത്താവിന്റെ മാനസികമായ സ്വസ്ഥത, ഒരു ഭർത്താവിന്റെ മാനസികമായ സമാധാനം, ഇതൊക്കെ നിങ്ങളുടെ ജീവിതത്തിനാണ് ഏറ്റവും കൂടുതൽ ബാധിക്കുക. ഒരു ഭർത്താവിന് എത്രത്തോളം പ്രയാസങ്ങളുണ്ടോ അത് ഏകദേശവും പേറേണ്ടി വരിക, താങ്ങേണ്ടി വരിക സഹോദരിമാരാണ്. പക്ഷേ അവർക്ക് ചിലപ്പോൾ അത് ഗ്രഹിച്ചു കൊള്ളണം എന്നില്ല. ചെറിയൊരു ഉദാഹരണത്തിന് വേണ്ടി ഞാൻ പറയുകയാണ്. സ്ത്രീകൾ എന്ന് പറയുന്നത് പുരുഷന്മാരെ പോലെയല്ല. പുരുഷന്മാർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ സാധാരണയായി തെങ്ങ്, കവുങ്ങ്, അതുപോലെയുള്ള ഒരുപാട് സസ്യങ്ങളുണ്ട്. ആ സസ്യങ്ങൾ അതിൻ്റെ ശരീരത്തിൽ തന്നെ അത് സ്വയം തന്നെ നിലനിൽക്കുന്ന ഒരു സസ്യമാണ്. അതിന് മറ്റൊന്നിന്റെ മേൽ പടർന്നു പിടിക്കേണ്ടതില്ല. അതേ സമയത്ത് കുരുമുളക് നല്ല വിലയുള്ള സാധനമാണ്, പക്ഷെ അത് വേറൊന്നും പടർന്നിട്ടേ ഉണ്ടാവുള്ളൂ. ഇതുപോലെ തന്നെ നമ്മളെ കയപ്പ നല്ല ആരോഗ്യത്തിന് വളരെ നല്ല സാധനമാണ്, അത് മറ്റൊന്നിന്റെ മേൽ പടർന്നിട്ടേ ഉണ്ടാവുള്ളൂ. അങ്ങനെ പടർന്നു പിടിക്കുന്ന കുറെ സാധനങ്ങൾ സസ്യങ്ങളുടെ കൂട്ടത്തിലുണ്ട്. പുരുഷന്മാർ ഒരു പുരുഷനെ അവലംബിച്ചുകൊണ്ടല്ലാതെ ഒരു സ്ത്രീക്ക് ഒരിക്കലും ജീവിക്കാൻ കഴിയില്ല. ഒന്നുകിൽ ബാപ്പയെ, അല്ലെങ്കിൽ പിന്നെ ഭർത്താവിനെ, അല്ലെങ്കിൽ ആൺമക്കളെ, അങ്ങനെ തുടങ്ങി ഒരു പുരുഷനെ അവലംബിച്ചുകൊണ്ടാണ് ഒരു സ്ത്രീയുടെ ജീവിതം തുടക്കം മുതൽ അവസാനം വരെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഭർത്താവ് മരിച്ചുപോയ സ്ത്രീകളാവുമ്പോൾ മക്കളുടെ സംരക്ഷണവും മക്കളുടെ നോട്ടവുമാണ് അവർക്ക് ലഭിക്കുന്നത്. അതുപോലെ ഭർത്താവ് ഉള്ളവരാകുമ്പോൾ ഭർത്താവിന്റെ സംരക്ഷണത്തിലാണ് അവർ ജീവിക്കുന്നത്. അതിന്റെ മുമ്പ് ബാപ്പയുടെ, അങ്ങനെ തുടങ്ങി ഏതെങ്കിലും ഒരു പുരുഷനെ ചാരി നിന്നുകൊണ്ടാണ് ഒരു സ്ത്രീയുടെ ജീവിതം എന്ന് പറയുന്നത്. അവര് ചാരി നിൽക്കുന്ന വസ്തുവിന് ആരോഗ്യം കുറഞ്ഞാൽ, അവര് ചാരി, ഉദാഹരണത്തിന് ഒരു കുരുമുളക് വള്ളി, ആ കുരുമുളക് വള്ളി പടർന്നുപോയ ഒരു മുരിക്ക് അല്ലെങ്കിൽ മുരിങ്ങ, ഒരു മരം, ആ മരം കേടുവന്നാൽ അതിന്റെ കേട് കുരുമുളക് വള്ളിക്കും കുരുമുളകിനും സംഭവിക്കുമെന്നതിൽ യാതൊരു സംശയവും ഇല്ല. അപ്പൊ അത് എപ്പോഴും നമ്മുടെ സംരക്ഷണം, സ്ത്രീകൾക്ക് സ്ത്രീകളുടേതായ സംരക്ഷണവും സ്ത്രീകളുടേതായ നന്മകളും അവർക്ക് ലഭിക്കണമെങ്കിൽ ഭർത്താവിന്റെ മനസ്സിന് നല്ല സമാധാനം വേണം. ഭർത്താവിന്റെ മനസ്സിന് സമാധാനമില്ലാത്തൊരു സ്ത്രീക്ക് സമാധാനത്തോടുകൂടെ ജീവിക്കാൻ കഴിയില്ല, അവൾക്ക് സന്തോഷം കൈവരില്ല. അപ്പൊ ഭർത്താവിന്റെ മാനസികമായ ആരോഗ്യവും ശാരീരികമായ ആരോഗ്യവും ഭർത്താവിന്റെ നിലനിൽപ്പും ഭർത്താവിന്റെ സാമ്പത്തികമായ ഭദ്രതയുമൊക്കെ അതിന്റെ ഗുണം ഏറ്റവും കൂടുതൽ അനുഭവിക്കേണ്ടതും അനുഭവിക്കുന്നതും ഭാര്യമാരും സന്താനങ്ങളുമാണ്. അപ്പൊ അതുകൊണ്ടാണ് നിങ്ങൾക്ക് തന്നെ ഗുണം ലഭിക്കാൻ വേണ്ടിയാണ് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറഞ്ഞത്. പക്ഷേ എല്ലാ ആളുകളും ഒരുപോലെയല്ല, എല്ലാ ആളുകളും ഒരുപോലെയല്ല. പുരുഷന്മാർക്ക് ശാരീരികമായും മാനസികമായും സ്ത്രീകളെക്കാൾ അള്ളാഹു കെൽപ്പ് നൽകിയിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ജീവിതം അള്ളാഹു തആല ക്രമീകരിച്ചിട്ടുള്ളത്. അപ്പൊ സുഹൃത്തുക്കളെ, സ്ത്രീകളും പുരുഷന്മാരും ഒരുപോലെയല്ല, ശാരീരികമായും ഒരുപോലെ. എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, രാത്രി സമയത്ത് ഒരു സ്ത്രീ ഈ ഇറങ്ങിപ്പോകുമ്പോൾ ഒരു പുരുഷനില്ലാതെ പോകാൻ അവൾ ധൈര്യപ്പെടില്ല. പലപ്പോഴും ഒരു വീട്ടിൽ കിടന്നുറങ്ങാൻ പോലും ഒരു പുരുഷനില്ലാതെ ധൈര്യപ്പെടില്ല. അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, പറയേണ്ട വിശദീകരിക്കേണ്ട വിഷയമല്ല. അപ്പൊ പുരുഷന്റെ, അവനവർ അവലംബിക്കുന്ന പുരുഷന്മാരുടെ മാനസികമായ സ്വസ്ഥത ഒരു സ്ത്രീയുടെ സന്തോഷത്തിന് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് ആ കാര്യത്തെ സംബന്ധിച്ച് നല്ല ബോധം നമ്മുടെ സ്ത്രീകൾക്ക് ഉണ്ടായിരിക്കണം. ഞാൻ ഒരു ചെറിയ ഉദാഹരണം പറയാം. ഇപ്പോ ചില സ്ത്രീകൾ, ആ സ്ത്രീകൾ ഭർത്താവിന്റെ ഉമ്മയുമായി എപ്പോഴും വഴക്കടിച്ചുകൊണ്ടിരിക്കും. നമ്മളെ പണ്ട് കുഞ്ചൻ നമ്പ്യാർ പറഞ്ഞതുപോലെ തുള്ളൽ കളിയിൽ പലതും പറയും, ഉള്ളിൽ ആരോഗ്യം വേണ്ടേ വേണ്ടെന്ന് പറഞ്ഞു. ഇപ്പൊ നമ്മൾ ഈ പരിപാടിക്ക് വന്ന ഫാമിലികളുണ്ടാവും. അപ്പൊ അവരിൽപ്പെട്ട ഏതെങ്കിലും സ്ത്രീകൾ ചിലപ്പോ നമ്മളിപ്പോ എന്ന് പിടിച്ച് സിറാജുലതയെ പോയിട്ട് ഉസ്താദ് നമ്മളെ കുറെ പറയാ ചെയ്തതെന്ന് തോന്നണ്ട, നിങ്ങളൊന്നുമല്ല പറഞ്ഞു, ഞാൻ വേറെ നാട്ടുകാർ പറയാൻ. നിങ്ങൾ ശരിക്ക് ആലോചിക്കണം. ചില സ്ത്രീകൾ, ആ സ്ത്രീകൾ സ്വന്തം ഭർത്താവിന്റെ ഉമ്മയോട് എപ്പോഴും വഴക്കടിച്ചുകൊണ്ടിരിക്കുന്ന ചില സ്ത്രീകളുണ്ട്. സ്വന്തം ഭർത്താവിന്റെ കുടുംബത്തോട് മോശമായ നിലക്ക് മാത്രം പെരുമാറുന്ന ചില സ്ത്രീകളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവരുടെയും സ്വഭാവം നന്നാക്കി തട്ടെ. ഞാൻ പറഞ്ഞു വരുന്നത്, അതൊരിക്കലും തന്നെ നമ്മുടെ ഭർത്താവിനെ സന്തോഷിപ്പിക്കുകയില്ല. നമ്മുടെ ഭർത്താവിന്റെ മനസ്സിൽ ഏറ്റവും മാനസികമായി വിഷമമുണ്ടാക്കുന്ന ഒരു വിഷയമാണ് അവൻ ഏറ്റവും സ്നേഹിക്കുകയും
അവനെ ഏറ്റവും സ്നേഹിക്കുകയും അവനെ ഏറ്റവും ബന്ധപ്പെടുകയും ചെയ്ത് ആ വ്യക്തിയാക്കി മാറ്റിയ ഉമ്മ, ആ ഉമ്മയോടുള്ള അങ്ങേയറ്റത്തെ സ്നേഹം ഭാര്യ പ്രകടിപ്പിക്കുക എന്നത് ഭർത്താവിന് ഏറ്റവും കൂടുതൽ സന്തോഷമുണ്ടാകുന്ന ഒരു കാര്യമാണ്. പ്രവാസിയാണോ എന്നില്ല, ഞാൻ പ്രവാസികൾക്ക് വേണ്ടി മാത്രം പറയുന്നതൊന്നുമല്ല, ഞാൻ എൻ്റെ എല്ലാ പ്രസംഗത്തിലും പറയാറുള്ള ഒരു വിഷയം. എനിക്കറിയാം ഒരു വലിയ ഉദ്യോഗസ്ഥൻ എന്നല്ല, അദ്ദേഹം വലിയൊരു പ്രൊഫസറാണ്, വലിയൊരു ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹത്തിന് സാമ്പത്തികമായി നല്ല കഴിവുണ്ട്, നല്ല വിദ്യാഭ്യാസമുണ്ട്, എല്ലാമുണ്ട്. പക്ഷേ ചിലപ്പോൾ അദ്ദേഹത്തിന് മാനസിക രോഗമാവും. എന്താണ് അദ്ദേഹത്തിന്റെ മാനസിക രോഗത്തിന്റെ കാരണം? നല്ല ദീനിയായ മനുഷ്യനാണ്. എന്താണ് അദ്ദേഹത്തിന്റെ മാനസിക രോഗത്തിന്റെ നിമിത്തം എന്ന് ഞാൻ ചിന്തിച്ചു. എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അദ്ദേഹത്തിന്റെ ഭാര്യ ഉമ്മയോട് സന്തോഷകരമായതിലേക്ക് പെരുമാറുന്നില്ല എന്നതുകൊണ്ടാണ് ആ ഉദ്യോഗസ്ഥൻ മാനസിക രോഗിയായി പോയത്. അദ്ദേഹത്തിന്റെ മനസ്സിൽ ഉമ്മയോടുള്ള സ്നേഹം, അത് ഉമ്മയോട് സ്നേഹമില്ലാത്ത ഒരാൾ മനുഷ്യനാവില്ല. ഒരു ഉമ്മയോട് സ്നേഹമില്ലാത്ത ഒരാൾ മനുഷ്യനാവില്ല. എൻ്റെ ഉമ്മ ഈ അടുത്താണ് എന്നെ വിട്ടുപിരിഞ്ഞു പോയത്. അള്ളാഹു തആല മരിച്ചുപോയവരുടെയൊക്കെ ഖബറിനെ സന്തോഷത്തിലാക്കട്ടെ. നമ്മളെ കൂട്ടത്തിൽ പലരുടെയും മാതാക്കൾ മരിച്ചു പോയിട്ടുണ്ട്. അള്ളാഹു എല്ലാവരുടെ ഖബറിനെയും സന്തോഷത്തിലാക്കട്ടെ. ഞാൻ പറയട്ടെ, ഉമ്മ എന്ന് പറയുന്ന ഒരു സാധാരണ ഒരു വിഷയമല്ല. അത് സ്ത്രീകളോട് ഞാൻ പറയേണ്ടതില്ല. ഒരു കുട്ടിയെ ഗർഭം ചുമക്കുന്ന സമയം മുതൽ പ്രസവിക്കുന്ന സമയം വരെ എത്രയാണ് ഒരു ഉമ്മ മകന് വേണ്ടി പ്രയാസപ്പെടുന്നത്. അത്ര പ്രയാസപ്പെട്ട ഏതെങ്കിലും ഒരു മനുഷ്യനെ ലോകത്ത് വേറെ നമുക്ക് കാണാൻ കഴിയോ? ഒരു ഉമ്മയെപ്പോലെ നമുക്ക് വേണ്ടി അധ്വാനിച്ച പ്രയാസപ്പെട്ട മറ്റൊരാളെ കാണാൻ കഴിയില്ല. പ്രസവത്തിന്റെ സമയത്ത് എത്രയാണ് വേദന, പ്രസവിച്ച സ്ത്രീകളോടത് പറയേണ്ടതുണ്ടോ? എത്രയാണ് ആ വേദന? പക്ഷെ ആ വേദനയൊക്കെ സഹിച്ചിട്ടും എനിക്ക് കുട്ടിയെ കിട്ടണം എന്ന് ആഗ്രഹിക്കുന്നവരല്ലേ മക്കളില്ലാത്ത പലരും. ഞാൻ നേരത്തെ ഇവിടെ ഉദ്ഘാടന സമയത്ത് വന്നപ്പോൾ 2 കുട്ടികളെ എൻ്റെ അടുത്ത് കൊണ്ടുവന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ആ 2 കുട്ടികൾ ഞാൻ സൂറിൽ, അതായത് ഒമാനിലെ സൂറിൽ ചെന്നപ്പോൾ അദ്ദേഹം എന്നോട് മക്കളില്ല എന്ന നിലക്ക് വളരെയേറെ സങ്കടം പറഞ്ഞൊരു മനുഷ്യനായിരുന്നു. അദ്ദേഹത്തിന് ദിക്ർ എഴുതി കൊടുത്തിരുന്നു, ഞാൻ മനസ്സിലാക്കുന്നു. സിറാജുലുദ്ദീനിലേക്ക് അദ്ദേഹം നേർച്ച ചെയ്തിരുന്നു. അൽഹംദുലില്ലാഹ് അദ്ദേഹത്തിന് കുട്ടി ഉണ്ടായി എന്ന് മാത്രമല്ല, കുട്ടി ഉണ്ടായത് 2 ഒന്നായിട്ടാണ്. അപ്പൊ ആ 2 കുട്ടികളെയും കൊണ്ടുവന്നിട്ട് അദ്ദേഹം ഇപ്പോൾ ഇവിടുന്ന് മന്ത്രിപ്പിച്ച് കൊണ്ടുപോയി. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു കുട്ടിയെ തരണം എന്നത് എത്ര അങ്ങേയറ്റത്തെ ഉള്ളിലുള്ള ആഗ്രഹമാണ്. 2 ദിവസം മുമ്പ് മിനിഞ്ഞാന്ന് എൻ്റെ ഭാര്യ എന്നോട് പറഞ്ഞു, ഞങ്ങൾ ഉംറ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ ഇതുപോലെ തന്നെ മക്കളില്ലാത്തതിൻ്റെ പേരിൽ വളരെയേറെ സങ്കടം പറഞ്ഞു ഒരു സ്ത്രീ. അവരും വലിയ സംഖ്യ സ്ഥാപനത്തിലേക്ക് നേർച്ച ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ കൂട്ടത്തിൽ ആ സ്ത്രീ പറഞ്ഞ ഒരു വിഷയം എൻ്റെ ഭാര്യ പറഞ്ഞു, എത്ര മക്കളുണ്ടെങ്കിലും ഞാൻ പോറ്റിക്കോളായിരുന്നു, പഠിച്ചോൻ എനിക്ക് തന്നാ മതി. അപ്പൊ ചില സ്ത്രീകളുണ്ട് 1, 2, 3 കിട്ടിയാ പിന്നെ ഇനി അതിന്റെ അപ്പുറം പറ്റൂല എന്ന് വിചാരിക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്. അത് കിട്ടിയത് കൊണ്ടാണ്, തീരെ കിട്ടാതിരുന്നാലാണ് ഈ ആഗ്രഹം വരുന്നത്. അപ്പൊ ഒരു കുട്ടിയെ കിട്ടണം എന്നത് അങ്ങേയറ്റത്തൊരാഗ്രഹമാണ്. അതിന് എത്ര വേദനയും സഹിക്കാൻ ഒരു ഉമ്മ തയ്യാറാവുകയാണ്. എന്നിട്ട് ആ കുട്ടികളെ പോറ്റി വളർത്തുന്ന സമയത്ത് എത്ര മാലിന്യങ്ങളാണ് കയ്യിൽ പുരണ്ടത്, എത്ര ദിവസമാണ് ആ കുട്ടിക്ക് വേണ്ടി ഉറക്കമൊഴിഞ്ഞത്. സുബ്ഹാനല്ലാഹ്, കഠിനാധ്വാനം ചെയ്ത് നോമ്പ് തുറക്കാനുള്ള ഭക്ഷണം ഉണ്ടാക്കിയിട്ട് ഭർത്താവിന് കൊണ്ടുകൊടുത്ത് ബാക്കി കൊണ്ടുവന്ന് കഴിക്കാൻ നോക്കുമ്പോൾ കുട്ടി ഉറങ്ങുകയാണല്ലോ എന്നുള്ള സമാധാനത്തിൽ ഭക്ഷണമെടുത്ത് നോമ്പ് തുറക്കാൻ വേണ്ടി തൊള്ളയിൽ ഇടുന്ന സമയത്തായിരിക്കും കുട്ടി കരയുന്നത്. ആ കയ്യോടുകൂടെ പോയിട്ട് ആ കുട്ടിയെ എടുത്തുകൊണ്ടുവന്ന് മടിയിൽ കിടത്തി, എന്നിട്ട് ഒരു കൈ കൊണ്ട് പിന്നെയും ഭക്ഷണം കഴിക്കുന്നു, ഒരു കൈ കൊണ്ട് താങ്ങിപ്പിടിച്ച് മുല കൊടുക്കുന്നു. ആ ഉമ്മയുടെ മടിയിൽ ഒട്ടാകെ ഈ കുട്ടി മലമൂത്ര വിസർജനം നടത്തി വെക്കുന്നു. അവിടെ നോമ്പ് തുറക്കലും ബാത്തിലായി, മുഴുവൻ ബാത്തിലായി. പിന്നെ എന്നിട്ട് എന്തെങ്കിലും ഒരു വെറുപ്പിടിക്കുന്നുണ്ട് ഉമ്മാക്ക്. ഉമ്മ ഉടനെ തന്നെ കവിൾത്തടത്തിൽ 2 ഉമ്മ കൊടുക്കുകയാണ്. എന്നിട്ട് ആ ചുംബനം വെച്ചുകൊണ്ട് ആ കുട്ടിയെ കൊണ്ടുപോയി കഴുകി വൃത്തിയാക്കാൻ. അതാണ് ഉമ്മ എന്ന് പറഞ്ഞു. ഉമ്മാന്റെ സ്നേഹം ഒരിക്കലും ഉമ്മാക്ക് ദേഷ്യം പിടിക്കൂല, വെറുപ്പ് വരൂല മക്കളോട്. കുട്ടിക്കാലത്ത് വലുതായാലും ഏകദേശം ഉമ്മാരും അങ്ങനെ തന്നെയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ മനസ്സിലാക്കണം, ഈ ഉമ്മയേക്കാൾ വലിയൊരു ഉസ്താദില്ല. എല്ലാവരും പറയും ഉസ്താദിനെ ബഹുമാനിക്കണം. എന്നാൽ ഏറ്റവും വലിയ ഉസ്താദ് ഉമ്മയാണ്. കാരണം ഞാൻ ഒരു സ്കൂളിലോ മദ്രസയിലോ പോയിട്ട് എനിക്ക് എന്ത് പഠിപ്പിച്ചു തന്നിട്ടുണ്ടോ അത് മുഴുവനും ഉമ്മ പഠിപ്പിച്ചു തന്ന ഭാഷ വികസിപ്പിച്ചതാണ്. കാരണം എൻ്റെ കൈ പൊക്കടാന്ന് ടീച്ചർ പറയുമ്പോൾ കൈ പൊക്കണമെങ്കിൽ ആദ്യം കൈ ഏതാണെന്ന് പഠിക്കണ്ടേ. കൈ ഏതാണെന്ന് ഉമ്മയാ പഠിപ്പിച്ചു തന്നത്. വലത്തെ കൈ ഏതാണെന്ന് ഉമ്മയാ പഠിപ്പിച്ചു തന്നത്. ഇടത്തെ കൈ ഏതാണെന്ന് ഉമ്മയാ പഠിപ്പിച്ചത്. മൂക്ക് ഏതാണെന്ന് ഉമ്മയാ പഠിപ്പിച്ചു തന്നത്. കണ്ണേതാണെന്ന് ഉമ്മയാ പഠിപ്പിച്ചു തന്നത്. അങ്ങനെ ഉമ്മ പഠിപ്പിച്ചു തന്ന ഇൽമ് വികസിപ്പിച്ചതല്ലാതെ ഒരു മദ്രസയിലും ഒരു സ്കൂളിലും നമുക്ക് ഉമ്മ പഠിപ്പിക്കാത്ത ഒരു ഇൽമ് അവലംബിച്ചുകൊണ്ടല്ലാതെ ഒരു ഇൽമും പഠിക്കാൻ സാധിച്ചിട്ടില്ല. അപ്പൊ ഉമ്മ ഏറ്റവും വലിയ ഉസ്താദാണ്. ഉമ്മ ഏറ്റവും വലിയ സംരക്ഷണം നടത്തിയ വ്യക്തിയാണ്. ഉമ്മ എന്ന് പറയുന്നത് അത് പറഞ്ഞു തീർക്കാൻ കഴിയുന്ന ഒരു വിഷയമല്ല. ഒരു ഉമ്മ എന്ന് പറയുന്നത് എന്താണെന്ന് എല്ലാവരും ഉമ്മാരും ഇങ്ങനെ തന്നെയാണ്. അപ്പൊ സ്വന്തം ഭർത്താവിന്റെ ഉമ്മ
ഇന്നലെ വരെ ആ ചെറുപ്പക്കാരനെ പോറ്റി വളർത്തി ഉയർത്തി ഉന്നത സ്ഥാനത്തെത്തിച്ച് ചിലപ്പോൾ വിദേശത്തേക്ക് ഉമ്മ വളരെ പൊരുത്തം കൊടുത്ത് പറഞ്ഞയച്ച ആ ചെറുപ്പക്കാരൻ തിരിച്ചു വന്നൊരു കല്യാണം കഴിച്ചിട്ട് വീട്ടിൽ വന്ന പെൺകുട്ടി ആ ഉമ്മയോട് പരുഷമായ നിലക്ക് പെരുമാറുകയും അതുപോലെ തന്നെ ആ ഉമ്മയോട് ശക്തമായ ഭാഷയിൽ സംസാരിക്കുകയും ചെയ്യുന്നുവെങ്കിൽ സ്വാഭാവികമായും ഈ ചെറുപ്പക്കാരൻ ഒരു ബോധമുള്ളവരാണെങ്കിൽ ചിലപ്പോൾ മാനസിക രോഗിയായി പോകും. അതുപോലെ തന്നെ അവന് ഏത് വിഷയത്തിന് പോയാലും അവന്റെ മനസ്സിൽ റാഹത്തുണ്ടാവില്ല, മനസ്സമാധാനം ഉണ്ടാവില്ല. പലപ്പോഴും അവന്റെ പാസ്പോർട്ട് പല സ്ഥലത്തും വെച്ച് മറന്നു പോകും. അതുപോലെ തന്നെ ടിക്കറ്റ് എടുക്കാണ്ട് ചിലപ്പോൾ അവൻ എയർപോർട്ടിൽ എത്തിയത് വരും. ഇനി വിദേശത്ത് പോയാൽ തന്നെ ചിലപ്പോൾ സുബ്ഹാനല്ലാഹ് നടക്കുമ്പോൾ തടഞ്ഞു വീടുന്നു വരും. കാരണം ചിന്ത വേറെയാണ്, മനസ്സ് ഒരു സമാധാനവുമില്ല. ഇങ്ങനെ എത്രയോ ആളുകൾ ഉണ്ട്. ആ ഒരു രൂപം ഒരിക്കലും തന്നെ ഒരു മനുഷ്യന് അനുഭവിക്കേണ്ടുന്ന ഗതികേട് ഒരിക്കലും നമ്മുടെ സ്ത്രീകളിൽ നിന്ന് ഉണ്ടാകരുത്. നമ്മുടെ ഭർത്താവിനെ സ്നേഹിക്കുന്നതിനേക്കാളും ബഹുമാനിക്കുന്നതിനേക്കാളും ഭർത്താവിന്റെ ഉമ്മയെ സ്നേഹിക്കണം, ഭർത്താവിന്റെ ബാപ്പയെ സ്നേഹിക്കണം, ഭർത്താവിന്റെ കുടുംബത്തെ സ്നേഹിക്കണം. ഒന്നുകൂടി പറഞ്ഞ് ഞാൻ നിർത്തുകയാണ് ആ വിഷയം. ഒന്നുകൂടി പറയാൻ, ഇത് പറയുമ്പോ ഈ സാധാരണ എന്റെ വേദന ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഭർത്താവിന്റെ മകന്റെ ഭാര്യയെ വല്ലാതെ ആക്രമിക്കുകയും പീഡിപ്പിക്കുകയും വേണ്ടാത്തത് പറഞ്ഞ് വേദനിപ്പിക്കുകയും വിഷമിപ്പിക്കുകയും ചെയ്യുന്ന ഉമ്മാരുണ്ട്. അത് ഇല്ലാന്ന് പറയാൻ കഴിയില്ല. അത് ആ ഉമ്മയുടെ ദുസ്വഭാവമാണ്. ആ ദുസ്വഭാവത്തിൽ നിന്ന് ഉമ്മയെ മാറ്റിയെടുക്കാനും ഭർത്താവിനോട് സഹകരിച്ചു കൊടുക്കേണ്ടത് ഭാര്യമാരാണ്. ഭർത്താവിനോട് എങ്ങനെ സഹകരിച്ചു കൊടുക്കുക? ഉമ്മ എത്ര മോശമായ സ്വഭാവത്തിൽ പെരുമാറിയാലും നിങ്ങൾ അങ്ങോട്ട് നല്ല നിലക്ക് പെരുമാറുക. അപ്പോൾ ആ ഉമ്മയുടെ സ്വഭാവം മാറി വരും. ഇതെന്റെ വകയിൽ പറഞ്ഞതല്ല, പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു പഠിപ്പിച്ച ഒരു വിഷയമാണ്. ഇദ്ഫഅ ബില്ലത്തി ഹിയ അഹ്സൻ ഫൈദല്ലദീ ബൈനക വബൈനഹു അദാവത്തുൻ കഅന്നഹു വലിയ്യുൻ ഹമീം. നിന്നോട് മോശമായ നിലക്ക് പെരുമാറുന്നവനോട് നീ നല്ല നിലക്ക് പെരുമാറുക. അങ്ങനെ പെരുമാറിയാൽ അവർ നിന്റെ സ്നേഹിതരായി മാറും. അത് സ്വാഭാവികമായും ഉണ്ടാകുന്ന ഒരു വിഷയമാണ്. അതുകൊണ്ട് അങ്ങോട്ട് ഇത്രയും പെരുമാറ്റം നന്നാക്കുക എന്നതാണ് ആ ഉമ്മയെ നന്നാക്കിയെടുക്കാനും സംസ്കരിച്ചെടുക്കാനുമുള്ള മാർഗം. അത് നമ്മുടെ സഹോദരിമാരുടെ മനസ്സിൽ ഉണ്ടാകണം. പുരുഷന്മാരോടൊരു വാക്ക് ഞാൻ പറയുന്നു, ഉമ്മമാര് അല്ലെങ്കിൽ പെങ്ങന്മാര് സ്വന്തം ഭാര്യയെ സംബന്ധിച്ച് വിദേശത്ത് നിൽക്കുമ്പോൾ ടെലിഫോൺ ചെയ്തിട്ട് കംപ്ലൈന്റ് പറയുന്ന ചില പെങ്ങന്മാരും ഉമ്മാരും ഉണ്ട്. വെറുതെ ഒരാവശ്യമില്ലാതെ. ആ പെൺകുട്ടി ഒരു തെറ്റും ചെയ്തിട്ടില്ല, പക്ഷേ അവളെ പേരിൽ കുറെ ആരോപണങ്ങൾ വെച്ച് കെട്ടി ഉണ്ടാക്കി ചില ഉമ്മമാരും ചില പെങ്ങന്മാരുമൊക്കെ ടെലിഫോൺ ചെയ്ത് ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന അങ്ങനെയുള്ള ചില ഗതികേടുള്ള പുരുഷന്മാരുമുണ്ട്. അവരോട് ഞാൻ പറയുന്നു, അവർ പറയുന്നതൊക്കെ 100% നിങ്ങൾ വിശ്വസിക്കാൻ പാടില്ല. ഭാര്യയെ സംബന്ധിച്ച് പറയുന്ന മുഴുവൻ ഫിത്തനയും ഫസാദും വിശ്വസിക്കാൻ പാടില്ല. കുറെയൊക്കെ അത് പെണ്ണുങ്ങളാണ്, കുറച്ചൊക്കെ അവർ പറയും അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പറയുന്ന തീർത്തും വിശ്വസിച്ചുകൂടാ. സംഗതി ഉമ്മ തന്നെയാണ്. അതുകൊണ്ട് ബഹുമാനിക്കലൊക്കെ ബഹുമാനിക്കണം, സ്നേഹിക്കലൊക്കെ സ്നേഹിക്കണം, ഉമ്മാനൊരു നിലക്കും അവഗണിക്കാൻ പാടില്ല. പക്ഷേ സ്വന്തം ഭാര്യയെ സംബന്ധിച്ച് പറയുന്നതൊക്കെ ഉള്ളത് തന്നെയാണോ അല്ല ഇല്ലാത്തതാണോ? കുറെയൊക്കെ ഉള്ളതും കുറെയൊക്കെ ഇല്ലാത്തതായിരിക്കും. അതുകൊണ്ട് ഉള്ളതൊക്കെ തീർത്തുള്ളതാണ് ഞാൻ വിശ്വസിക്കരുത് എന്ന് എന്തായിരുന്നാലും ഏത് പുരുഷന്റെയും മനസ്സിലുണ്ടായിരിക്കണം. അങ്ങനെ സ്ത്രീകളെ, ഭാര്യയെയും ഉമ്മയെയും പെങ്ങന്മാരെയും ഒക്കെ ഒരേ സമയത്ത് സന്തോഷത്തോടെ കൊണ്ടുപോകാൻ മാത്രമുള്ള മനക്കരുത്ത് ഉള്ളവരായിരിക്കണം പുരുഷന്മാർ എന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ്. ഞാൻ എൻ്റെ പ്രസംഗം ഒരായത്തോതിയിട്ട് നിർത്തുന്നു. 9 കാര്യങ്ങൾ. കൂട്ടുജീവിതം, പ്രവാസി ജീവിതത്തിൽ ഭാര്യമാരെ നാട്ടിൽ നിർത്തി വിദേശത്ത് പോയി കഴിയുന്ന ധാരാളം ആളുകളുണ്ട്. ഞാൻ ഒരു കാര്യം പറയട്ടെ, സാധിക്കുമെങ്കിൽ ഭാര്യയുടെ കൂടെ ഒത്തുജീവിക്കാൻ വേണ്ടി കൂടുതൽ സമയം നമുക്ക് നാട്ടിൽ നിൽക്കാൻ സാധിക്കാത്ത സാഹചര്യം വരുമ്പോൾ, അതായത് നാട്ടിൽ ഇടക്കിടക്ക് വന്ന് പോകാൻ പറ്റുന്ന ഒരാളാണെങ്കിൽ അദ്ദേഹത്തിന് ഭാര്യയെ നാട്ടിൽ തന്നെ നിർത്തിയാൽ മതി, കുഴപ്പമൊന്നുമില്ല, നാട്ടിൽ തന്നെ നിർത്തിയാൽ മതി. അതേസമയത്ത് അങ്ങനെ വന്നു പോകാൻ കഴിയാത്തൊരു വ്യക്തിയാണെങ്കിൽ കൊല്ലങ്ങളോളം വിദേശത്ത് പോയിരുന്ന് ഭാര്യമാർ നാട്ടിൽ തന്നെ അങ്ങായി പോകുന്ന സ്വഭാവത്തിൽ നിന്ന് കരകയറാൻ വേണ്ടി ശ്രമിക്കണം. ഞാൻ ശ്രമിക്കണം എന്ന് പറയാൻ കാരണം, ചിലർക്ക് അവരുടെ സാമ്പത്തികമായ ചെറിയ ജോലി, ചെറിയ ശമ്പളം, അങ്ങനത്തെ ആളുകൾക്ക് ഫാമിലിയെ നാട്ടിൽ നിന്ന് കൊണ്ടുപോകാൻ കഴിയാത്തത് അല്ലാഹു തആല കൽപ്പിക്കില്ല. ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹാ. അതേ സമയത്ത് സ്വന്തം ഫാമിലിയെ കൊണ്ടുപോയി താമസിപ്പിക്കാനുള്ള സൗകര്യം ഉണ്ടെങ്കിൽ അവരൊന്നുകിൽ ഫാമിലിയെ അങ്ങോട്ട് വിളിച്ച് കൂട്ടുജീവിതം നയിക്കണം, അല്ലെങ്കിൽ അവർ നാട്ടിൽ പരമാവധി ഇടക്കിടക്ക് വന്നുകൊണ്ട് ഫാമിലിയുടെ കൂടെ ഒത്തുജീവിക്കണം. ഒരു കല്യാണം കഴിഞ്ഞ ഒരൊറ്റപ്പോക്ക്, അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞ ഒരു കുട്ടിയായതിനു ശേഷം ഒരൊറ്റപ്പോക്ക്, പിന്നെ കുറെ കാലത്തേക്ക് ഇവന്റെ അഡ്രസ് ഇല്ല, അങ്ങനെയായി പോകാൻ പാടില്ല. നമ്മളെ ചില ഇമാമിങ്ങളുടെ ഇടയ്ക്ക് ഒരു മസ്കലയും പഠിച്ചാളിയാ,
ചില ഇമാമിങ്ങളുണ്ട് കുനൂത്ത് തോന്നുന്ന സമയത്ത് അല്ലാഹുമ്മ ഹ്ദിനാ ഫീമൻ ഹദൈത് വആഫിനാ ഫീമൻ ആഫൈത് അങ്ങനെ തുടങ്ങി ഫൈനക തഖ്ലീന്റെ അടുത്ത് എത്തിയ ഒരൊറ്റ മുങ്ങലാണ്. പിന്നെ ദുആ ചെയ്യുന്ന സമയത്ത് മാത്രമേ മൂപ്പര് മേൽപോട്ട് പൊങ്ങുള്ളൂ. അതുപോലെ ആയി പോകാൻ പാടില്ല. കൃത്യസ് ഇവിടെ നാട്ടിൽ നിന്ന് ഒരൊറ്റ മുങ്ങൽ, പിന്നെ കുറേ ദിവസം കഴിയുമ്പോൾ പിന്നെ ഇങ്ങോട്ട് വരുന്നു, അങ്ങനെ ആയി പോകാൻ പാടില്ല. കുനൂത്ത് തോന്നുമ്പോൾ തീർത്തും ഉറക്കെ തന്നെയാണ് പറയേണ്ടത് എന്ന് മസലയും കൂടി മനസ്സിലാക്കുന്നതല്ലാണ് ഇമാമാവുമ്പോൾ, അല്ല മൗമൂമിങ്ങൾക്കല്ല. അപ്പോ ഞാൻ പറഞ്ഞത് അങ്ങനെ ഒരു മുങ്ങുന്ന വ്യക്തിയായി പോകാൻ പാടില്ല. മറിച്ച് നമ്മൾ ഭാര്യമാരുമായി നിരന്തരം ബന്ധപ്പെടുന്നവരായിരിക്കണം. പക്ഷെ നിരന്തരം ബന്ധപ്പെടുക എന്നതിനർത്ഥം ഒരു ദിവസം 2 മണിക്കൂറൊക്കെ ഫോൺ ചെയ്യണം എന്നല്ല. അങ്ങനെ ഫോൺ ചെയ്താൽ പിന്നെ ഫോൺ ചെയ്യാൻ തന്നെ പൈസ ഉണ്ടാവുള്ളൂ. മറിച്ച് നിരന്തരം ബന്ധപ്പെടണം എന്ന് പറഞ്ഞതിനർത്ഥം അടുത്തടുത്ത ദിവസങ്ങളിൽ ഇടയ്ക്ക് വിളിക്കണം. ഒരു വിളിക്ക് അസ്സലാമു അലൈക്കും, വലൈക്കും അസ്സലാം, സുഖം തന്നെയല്ലേ, സുഖം തന്നെ, ഇൻഷാ അല്ലാഹ് പിന്നെ വിളിക്കാം, ഖലാസ്. അപ്പൊ എന്തായി എന്ന് വെച്ചാൽ ഇവന് നമ്മളുള്ള ബന്ധം ഇങ്ങനെ നിലനിൽക്കുന്നുണ്ട് എന്നുള്ള ഒരു ധാരണ അവളെ മനസ്സിലുണ്ടാവും. ചില ആളുകൾ അങ്ങനല്ല. ചില ആളുകൾ വിളിക്കുമ്പോൾ 10 മണിക്കൂർ സംസാരിക്കും, പക്ഷെ വിളിക്കണമെങ്കിൽ 6 മാസം കഴിയണം. അത് മഹാമോശാണ്. അങ്ങനെ പറ്റില്ല. ഇടയ്ക്കിടയ്ക്ക് ഒന്നുകിൽ ഒരു ശബ്ദം കൊണ്ടെങ്കിലും അവർക്ക് നിങ്ങളുടെ സന്തോഷം ലഭിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാകണം. അതേ സമയത്ത് വിളിക്കുമ്പോൾ ശ്രദ്ധിക്കണം. ഉമ്മ വർക്കുണ്ടെങ്കിൽ ഉമ്മാനെ വിളിക്കാണ്ട് വെറും ഭാര്യമാരെ മാത്രം വിളിക്കുന്ന ചില ആളുകളുണ്ട്. അതൊരു പൊട്ടപ്പോയത്താണ്. ഭാര്യയ്ക്ക് ഒരിക്കലും സമാധാനം ഉണ്ടാവില്ല. ഉമ്മാക്ക് അവളോട് നല്ല വെറുപ്പും ഉണ്ടാവും. കാരണം എന്നെ അവഗണിക്കുന്നുണ്ട് എന്നൊരു ധാരണ ഉമ്മയുടെ മനസ്സിൽ വരും. അതുകൊണ്ട് വിളിക്കുമ്പോൾ ഉമ്മാനെ ഒന്നങ്ങ് വിളിച്ചേക്കണം. അത് ആദ്യം വേണമെങ്കിൽ ഉമ്മാനെ വിളിക്കാം, അല്ലെങ്കിൽ ഉമ്മാന്റെ കൈ കൊടുക്കാൻ വേണ്ടി പറയാം. അതെങ്ങനെയായാലും കുഴപ്പമില്ല. അതൊക്കെ അതാത് സാഹചര്യം പോലെ ചെയ്യാം. ഏതായിരുന്നാലും ഭാര്യമാരെ ഒരു ഭാഗത്ത് ഇട്ടേച്ചു പോകുന്ന സ്വഭാവം ഉണ്ടാകാൻ പാടില്ല. അതുപോലെ തന്നെ ഭാര്യമാർ ഭർത്താവിന്റെ സാമ്പത്തികമായ വിഷയങ്ങളെക്കുറിച്ച് യാതൊരു ബോധവുമില്ലാതെ നിർബന്ധിക്കാനും പാടില്ല. അവന് എന്നെ കൊണ്ടുപോകാൻ സാധിക്കുമോ, ഇടയ്ക്കിടയ്ക്ക് വരാൻ സാധിക്കുമോ എന്നത് മനസ്സിലാക്കാതെ നിങ്ങളെന്താ എന്നെ അങ്ങോട്ട് കൂട്ടാത്ത്, അവൻ കൂട്ടിപ്പോയിട്ടുണ്ടല്ലോ, നിങ്ങളെ മറ്റവൻ കൂട്ടിപ്പോയിട്ടുണ്ടല്ലോ, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വരാത്ത, അയാൾ മാസത്തിൽ വരുന്നുണ്ടല്ലോ, അയാൾക്ക് ചിലപ്പോൾ നല്ല ബിസിനസ് ഉണ്ടാവും, ഇയാളാകെ ഒരുത്തൻ്റെ കൂടെ ജോലിക്ക് ആയിരിക്കും, രണ്ടാളും പോകുന്നത് ദുബായിലേക്ക് തന്നെയാണ്, പാസ്പോർട്ട് രണ്ടാളും കോഴിക്കോട്ട് തന്നെ എടുത്തതാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, തമ്മിൽ വലിയ വ്യത്യാസം ഉണ്ടാവും. അതിനെ സംബന്ധിച്ച് നല്ല ബോധം നമ്മുടെ സഹോദരിമാർക്ക് ഉണ്ടാകണം. ഭർത്താക്കന്മാരെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല. ഒന്നുകൂടി ഞാൻ സൂചിപ്പിക്കുകയാണ്, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ആവശ്യപ്പെടാൻ പാടില്ല. ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം, അത്യാവശ്യമുള്ള വിഷയങ്ങൾ മാത്രം പറഞ്ഞാൽ ഭർത്താവിന് എന്നെ ഇവൾ ബുദ്ധിമുട്ടിക്കുന്നില്ല എന്നൊരു ധാരണ ഭർത്താവിന്റെ മനസ്സിൽ വരികയും അവൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് എന്താ ആവശ്യമുള്ളതെന്ന് ചോദിച്ചുകൊണ്ടേയിരിക്കുകയും ചെയ്യും. മറ്റേ തിരിച്ചാവുമ്പോൾ അവൻ ഇങ്ങോട്ട് വിളിക്കാൻ തന്നെ മടിയായിരിക്കും. എന്താണ് കുറച്ചവനെ തലയിൽ വീഴുക, എന്തിനായിരിക്കും ഇപ്പം ആവശ്യപ്പെടുക എന്ന ബേജാറായിരിക്കും. അപ്പോൾ പരമാവധി ആവശ്യത്തിന് വേണ്ടി ആവശ്യമുള്ളത് മാത്രം, അത്യാവശ്യമുള്ളത് മാത്രമേ പറയാൻ പാടുള്ളൂ എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പിന്നെ ഭാര്യയും ഭർത്താവും ഒന്നായി ജീവിക്കുന്ന സന്തോഷം, ആ സന്തോഷ ജീവിതത്തിന് ഹാനികരമാകുന്ന വാക്കുകൾ ഒരിക്കലും തന്നെ സംസാരിക്കരുത്. നമ്മൾ നാട്ടിൽ തന്നെയുള്ള സമയത്ത് ഭാര്യയും ഭർത്താവും തമ്മിൽ ചിലപ്പോൾ സംസാരിക്കുമ്പോൾ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആവുകയും ഒരു 5 മിനിറ്റ് നേരം തമ്മിൽ തെറ്റുകയും പിന്നെ 6ാമത്തെ മിനിറ്റിൽ നന്നാവുകയൊക്കെ ചെയ്യുന്ന ഒരുപാട് സ്വഭാവങ്ങൾ ഉണ്ടാവും. അതേസമയം നാട്ടിലില്ലാത്ത സമയത്ത് അങ്ങനെ പരിഹരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് നാട്ടിലുള്ള സമയത്ത് കാണിക്കുന്നതിനേക്കാൾ കൂടുതൽ സ്നേഹം സമ്പർക്കമല്ലാതെ മറ്റൊരു നിലക്കുള്ള ദേഷ്യം പിടിച്ചുകൊണ്ടുള്ളൊരു വാക്ക് ഭാര്യമാരുടെ ഭാഗത്തു നിന്നുണ്ടാകരുത്, ഭർത്താക്കന്മാരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകരുത്. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. മറ്റൊന്ന്, നമ്മളെപ്പോഴും അവരവരുടെ കരാറുകളെ സംബന്ധിച്ചും മറ്റും ഓർമ്മ വേണം. 9 കാര്യങ്ങൾ നമ്മളിപ്പോൾ ജീവിക്കുന്ന സമയത്ത് ഒരു ഭാര്യയും ഭർത്താവും കുടുംബം ഒന്നായി ജീവിക്കാനുള്ള വലിയ സന്തോഷമുള്ള വിഷയമാണ്. ആ സന്തോഷം ഇവിടെ മാത്രം മതിയോ, അല്ല മരണത്തിന് ശേഷവും വേണോ എന്നെ സംബന്ധിച്ച് നല്ലൊരു തീരുമാനം നമുക്കുണ്ടാകണം. മരണത്തിന് ശേഷം വേണമെന്ന് തീരുമാനിക്കുന്നവനെ മുസ്ലിമാവുള്ളൂ, അല്ലാത്തവൻ മുസ്ലിമല്ല. അപ്പം മുസ്ലിങ്ങളായ നമ്മെ സംബന്ധിച്ചിടത്തോളം ഭാര്യയും ഭർത്താവും അതുപോലെ തന്നെ കുടുംബവും ഒന്നിച്ച് സ്വർഗത്തിലെത്താൻ കഴിയണം. അവിടെ ബാപ്പയില്ലാത്തൊരു സ്വർഗം, ഉമ്മയില്ലാത്തൊരു സ്വർഗം, ഭാര്യയില്ലാത്തൊരു സ്വർഗം, മക്കളില്ലാത്തൊരു സ്വർഗം, അല്ലെ ഭർത്താവില്ലാത്തൊരു സ്വർഗം, അങ്ങനെ ഒരു സ്വർഗം കണി കാണാനേ നമുക്ക് കഴിയില്ല. അങ്ങനെ ഒരു സ്വർഗം നമുക്ക് വിചാരിക്കാനേ കഴിയില്ല. എല്ലാവരും സ്വർഗത്തിൽ ഒന്നിച്ചുണ്ടാകണം. അങ്ങനെ ഉണ്ടാകണമെങ്കിൽ 9 നിബന്ധനകൾ പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ആ 9 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പകർത്തണം. അത് വളരെ പെട്ടെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഈ ക്ലാസ് അവസാനിപ്പിക്കാം. പരിശുദ്ധ ഖുർആൻ അല്ലാഹു തആല പറഞ്ഞു, അല്ലദീന യൂഫൂന ബിഅഹ്ദില്ലാഹി വലാ യൻഖുദൂനൽ മീസാഖ്. അല്ലദീന യൂഫൂന ബിഅഹ്ദില്ലാഹി വലാ യൻഖുദൂനൽ മീസാഖ്. അള്ളാഹുവിന്റെ കരാറ് പാലിക്കുന്നവർ ആയിരിക്കണം. വലാ യൻഖുദൂനൽ മീസാഖ്, കരാറ് ലംഘിക്കുന്നവർ ആകാൻ പാടില്ല. ഇത് വളരെ അർത്ഥവത്തായ ഒരു വാചകമാണ്. അതായത് അള്ളാഹു നമ്മളും തമ്മിലൊരു കരാറുണ്ട്. അതെന്താണ്? അള്ളാഹു നമുക്ക് ഭക്ഷണം തരുന്നു,
അല്ല നമുക്ക് വെള്ളം തരുന്നു, അല്ല നമുക്ക് ഓക്സിജൻ തരുന്നു, അങ്ങനെ ആവശ്യമുള്ളതെല്ലാം അള്ളാഹു നമുക്ക് തന്നിരിക്കുന്നു. അള്ളാഹു നമ്മുടെ ഭക്ഷണം ഏറ്റെടുത്തിരിക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ആവശ്യമുള്ളതൊക്കെ തന്നിരിക്കുന്നു, ആവശ്യത്തിനനുസരിച്ച് തന്നിരിക്കുന്നു. അങ്ങനെയാണല്ലോ, ആവശ്യത്തിനനുസരിച്ച് തന്നിരിക്കുന്നു. ജലസേചന വകുപ്പിന് മന്ത്രിയുണ്ട് ഇല്ലേ? നിങ്ങൾ ഓർക്കുക, ഈ കരാറ് എന്ന് പറയുമ്പോൾ അള്ളാഹുവും നമ്മളും തമ്മിലൊരു കരാറുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ആവശ്യമുള്ളതൊക്കെ അല്ല തന്നു. അവൻ നമ്മളെ ഭക്ഷണം ഏറ്റെടുത്തതാണ്. അത് എവിടെയെങ്കിലും വെച്ച് അല്ല ഭക്ഷണം നമുക്ക് തരും. വിദേശത്ത് വന്നവർ മാത്രമല്ല ഭക്ഷണം കഴിക്കുന്നത്, എല്ലാവരും ഭക്ഷണം കഴിക്കുന്നുണ്ട്. പോവാത്തവരും കഴിക്കുന്നുണ്ട്, പോകുന്നവരും കഴിക്കുന്നുണ്ട്. ഏത് കക്ഷിയും ചിന്തിക്കണം, എവിടെ പോയാലും അള്ളാഹു നിശ്ചയിച്ചതേ കിട്ടുള്ളൂ. നമ്മൾ ഏത് കടലിൽ പോയാലും നമ്മളെ പാത്രത്തിൽ കൊള്ളുന്നതേ കൊണ്ടുവരാൻ കഴിയുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരിക്കലും തെറ്റായ മാർഗങ്ങൾ ഒരു വിഷയത്തിലും നമ്മൾ അവലംബിച്ചു പോകരുത്. അതിപ്പോ നീട്ടി ഞാൻ സംസാരിക്കുന്നില്ല. ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു ഒരു ദിവസം ഒരു കുതിരപ്പുറത്ത് ഇങ്ങനെ പോകുമ്പോൾ മൂപ്പർക്ക് ഒരു സ്ഥലത്ത് കയറാനുണ്ട്. അപ്പൊ അവിടെ കയറാൻ വേണ്ടി പോകുമ്പോൾ ഒരാളോട് വിളിച്ചിട്ട്, മോനെ എന്റെ കുതിരന്റെ കടിഞ്ഞാണ് നീ ഒന്ന് പിടിക്കും, കുറച്ച് സമയമെന്ന് പറഞ്ഞു. അപ്പം അയാൾ വേഗം വാങ്ങി പിടിച്ചോളാൻ തന്നെ അവിടെ നിന്ന് അലി റളിയല്ലാഹു പോയ സ്ഥലത്ത് നിന്ന് തിരിച്ചു വരുമ്പോൾ 2 ദിർഹം എടുത്ത് കൈ പിടിച്ച്. കാരണം ഇയാൾ എന്റെ കുതിരന്റെ കടിഞ്ഞാണ് പിടിച്ച് നിന്ന വകയിൽ എന്തെങ്കിലും ഒന്ന് കൊടുക്കണ്ട, ഒരു കൈമടക്ക് കൊടുക്കാൻ വെച്ചിട്ട് 2 ദിർഹം എടുത്ത് കൈ പിടിച്ച് കൊടുക്കാൻ വന്ന് നോക്കുമ്പോൾ ഇയാളെ കാണുന്നില്ല. ഇയാൾ കടിഞ്ഞാണും കട്ടിട്ട് പോയിരിക്കുകയാണ്. ഈ പിടിക്കാൻ കൊടുത്ത ആൾ കടിഞ്ഞാണ് കട്ടുപോയിരിക്കുകയാണ്. അപ്പൊ അലി റളിയല്ലാഹു അടുത്തുള്ള ഒരു അടിമയെ വിളിച്ചിട്ട് 2 ദിർഹം എടുത്തു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, മോനെ നീ അങ്ങാടി പോയിട്ട് ഒരു കടിഞ്ഞാണ് വാങ്ങിക്കൊണ്ടാറ്. അങ്ങാടി ചെന്ന് നോക്കുമ്പോൾ അയാൾ കടിഞ്ഞാണ് വിൽക്കാൻ കുത്തിരിക്കുകയാണ്. കട്ട് കൊണ്ടുപോയ ആൾ വിൽക്കാൻ കുത്തിരിക്കുകയാണ്. എത്രയാ കടിഞ്ഞാണ് വില വരേണ്ടതെന്ന് വെച്ചു. 2 ദിർഹം എന്നുണ്ട്. 2 ദിർഹം കൊടുത്ത് അതിങ്ങ് വാങ്ങി. ഉടമസ്ഥന്റെ പ്രതിനിധി തന്നെയാ വാങ്ങുന്നത്, കട്ടാളോട് 2 ദിർഹം കൊടുത്ത് വാങ്ങിക്കൊണ്ടുവന്ന് അലി റളിയല്ലാഹുവിന്റെ മുമ്പ് കൊടുത്തപ്പോ, ഇത് നമ്മളെ പഴയ കടിഞ്ഞാണ് തന്നെയാണല്ലോ. ഓരോരോ മനുഷ്യന്മാരെ ഹാല് പഠിച്ചവനെ, ഞാൻ നല്ല പൊരുത്തത്തോടെ ഹലാലായ നിലക്ക് 2 ദിർഹം അയാൾക്ക് കൊടുക്കാൻ വേണ്ടി കൈ പിടിച്ച് കൊണ്ടുവന്നതാ. പക്ഷെ അയാൾക്കത് ഹറാമായ വഴി തന്നെ കിട്ടണമെന്ന് നിർബന്ധമാണ്. അല്ല കണക്കാക്കിയിലപ്പുറം എന്തായാലും കിട്ടൂല എന്ന് ഉറപ്പാണ്. കിട്ടിയ 2 തന്നെയാണ്. പക്ഷെ അത് ഹലാലായ നിലക്ക് തന്നെ അല്ല തരുമായിരുന്നു. പക്ഷെ ഹറാമായ മാർഗം സ്വീകരിച്ചു. യാതൊരു ആവശ്യമില്ലാത്ത പണിയാണ്. ഇതുപോലെ പലർക്കും തോന്നും അങ്ങനെ ഉണ്ടാക്കാം ഇങ്ങനെ ഉണ്ടാക്കാം. അങ്ങനൊന്നും ഉണ്ടാക്കാനാവില്ല. അല്ലാഹു തആല നേരത്തെ നിശ്ചയിച്ചതിനപ്പുറം ഒരാൾക്കും ഒന്നും ഉണ്ടാക്കാൻ കഴിയില്ല. അത് പരിശുദ്ധ ഖുർആൻ ദുന്യവിയായ ഭൗതികമായ ജീവിതത്തെ സംബന്ധിച്ച് അത് കളിയാണ്, അത് ചിരിയാണ്, അത് വെറും ഒരു ആഡംബരമാണ്, തമ്മിൽ പവർ പറയുന്ന വിഷയമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ ഒരു ദിവസം നശിച്ചു പോകുന്ന രംഗമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പരിശുദ്ധ ഖുർആൻ വിശദമായി പറഞ്ഞ ഒരു സ്ഥലത്ത് സൂറത്തുൽ ഹദീദിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അല്ലാഹു പറഞ്ഞു, മാ അസാബ മിൻ മുസീബത്തിൻ ഫിൽ അർളി വലാ ഫീ അൻഫുസികും ഇല്ലാ ഫീ കിതാബിൻ മിൻ ഖബ്ലി അൻ നബ്റാഹാ ഇന്ന ദാലിക അലല്ലാഹി യസീർ. നിങ്ങൾ ഈ ഭൂമിയിൽ അല്ലെങ്കിൽ നിങ്ങളുടെ സ്വന്തം ശരീരത്തിൽ എന്ത് നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കുന്നുണ്ടോ, നല്ലതാകട്ടെ ചീത്തയാകട്ടെ, അതൊക്കെ നമ്മൾ ലൗഹുൽ മഹ്ഫൂദിൽ എഴുതി വെച്ച കാര്യമാണ്. എഴുതി വെച്ചത് മാത്രമാണ് ഇവിടെ നടക്കുന്നത്. മിൻ ഖബ്ലി അൻ നബ്റാഹാ, അത് നിങ്ങളിൽ നടപ്പാക്കുന്നതിന് മുമ്പ് അതൊക്കെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അള്ളാഹുവിന് അത് വളരെ എളുപ്പമുള്ള സംഗതിയാണ്. അതെന്തിനാ അള്ളാഹ് അങ്ങനെ ചെയ്തത്? ലികൈലാ തസൗ അലാ മാ ഫാതകും വലാ തഫറഹു ബിമാ ആതാകും. നിങ്ങൾക്ക് എന്തെങ്കിലും നഷ്ടപ്പെട്ടു പോയാൽ നിങ്ങൾ അതിന് ടെൻഷൻ ആകണ്ട. കാരണം അള്ളാഹ് നിശ്ചയിച്ച കാര്യം നടന്നതാ. പിന്നെയോ വലാ തഫറഹു ബിമാ ആതാകും, അള്ളാഹ് നിങ്ങൾക്ക് വല്ലതും തന്നതിന്റെ പേരിൽ നിങ്ങൾ ആഹ്ലാദിച്ച് അഹങ്കരിക്കുകയും വേണ്ട. കാരണം നിശ്ചയിച്ചത് കിട്ടിയതാണ്. അപ്പൊ കിട്ടുന്നതും നിശ്ചയിച്ചതാണ്, നഷ്ടപ്പെട്ടതും നിശ്ചയിച്ചതാണ്. അള്ളാഹ് നിശ്ചയിച്ചതാണ് നടക്കുന്നത് ശരിക്കും ഉറപ്പിച്ചാൽ പിന്നെ ഒരാൾക്ക് ടെൻഷൻ ഇല്ലല്ലോ. കാരണം പടച്ചോൻ നിശ്ചയിച്ച സംഗതി നടന്നു. ഒരാൾ ഒരു കച്ചവടത്തിന് കൂടിയിട്ട് 10 ലക്ഷം റുപ്യ അങ്ങനെ തന്നെ അങ്ങോട്ട് പോയി. അപ്പൊ അയാൾക്ക് മൂമിനായ മനുഷ്യനാണെങ്കിൽ അയാൾക്ക് ഒരു പ്രശ്നമില്ല. എന്താ പ്രശ്നമില്ലാത്ത? അള്ളാഹു തആല നേരത്തെ നിശ്ചയിച്ചാണ് 10 ലക്ഷത്തിന് കൂടാനും അത് പോകാനും. അത് ഖലാസ്, അത് പോയി കഴിഞ്ഞു. ഇനി അള്ളാഹു തആല തരാൻ നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ കിട്ടും, ഞാൻ ഇനിയും അധ്വാനിക്കണം. അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ ഇനിയും കിട്ടും. അപ്പൊ കിട്ടിയതിൽ ആഹ്ലാദമില്ല. കിട്ടിയ വകയിൽ ഞാൻ എന്റേത് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആഹ്ലാദിക്കുന്ന പരിപാടിയില്ല. കാരണം എന്റേതായിട്ട് ഇവിടെ ലോകത്തൊന്നുമില്ല. വലിയ വലിയ മുതലാളിമാർ വലിയ ബിൽഡിംഗൊക്കെ എടുത്തിട്ടുണ്ട്. പക്ഷെ അവരിപ്പോ കിടന്നുറങ്ങുന്നത് ഖബറിലാണ്, ബിൽഡിംഗ് അവിടെ കിടക്കുകയാണ്. അപ്പൊ എന്റേത് എന്നിട്ട് ഇവിടെ യാതൊന്നുമില്ല. ഒരാൾക്കും എന്റേത് എന്ന് പറയാൻ അവകാശമില്ല. എന്ന് മാത്രമല്ല, ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, പണം വർദ്ധിക്കുന്നതിനനുസരിച്ച് ചിലപ്പോ ഒരാളെ മനസ്സിൽ തോന്നും, എന്റെ ആദ്യം 25 വയസ്സിലാണ് ഞാൻ വിദേശത്ത് പോയത്, ഇപ്പൊ എനിക്ക് 50 വയസ്സായി, ഇപ്പൊ 25 കോടി ഞാൻ സമ്പാദിച്ചിട്ടുണ്ട്. പക്ഷേ അപ്പൊ മനസ്സിലാക്കണം, 25 കോടി സമ്പാദിച്ചിട്ട് 50 വയസ്സായി, ശരിയാണ്. പക്ഷേ 25 കൊല്ലം കൊണ്ട് 25 കോടി ഉണ്ടാക്കിയെങ്കിൽ ഇനി അങ്ങോട്ട് നിനക്കിത് അനുഭവിക്കാനുള്ള സമയം 25 കൊല്ലം കുറഞ്ഞും പോയിട്ടുണ്ട്. അനുഭവിക്കാനുള്ള സമയം കുറഞ്ഞുകൊണ്ടിരിക്കുക. സാധനം കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ, വസ്തു ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ഉപയോഗിക്കാനുള്ള സമയം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്.
അപ്പൊ അതും കൂടി നിന്റെ മനസ്സിൽ ഓർമ്മ വേണം എന്ന് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു ഉപദേശിച്ചിട്ടുണ്ട്. അപ്പൊ പറഞ്ഞത് അള്ളാഹു നിശ്ചയിച്ചതേ കിട്ടുള്ളൂ, ആ ധാരണയിൽ മാത്രമേ നമ്മൾ ഏത് കാര്യവും ചെയ്യാവൂ. അപ്പൊ അല്ലദീന യൂഫൂന ബി അഹദില്ലാഹി, അള്ളാഹുവിന്റെ കരാറ്, അള്ളാഹുമായ ഒരു കരാറുണ്ട്. ആ കരാറ് അള്ളാഹ് നമ്മളെ പഠിച്ചത് അള്ളാഹ്ക്ക് ഇബാദത്ത് എടുക്കാനാണ്. ചില ആളുകൾ പറയും, ഞാൻ 45 കൊല്ലം ഉസ്താദെ വിദേശത്ത് പോന്ന്, എന്റെ ജീവിതം തീർത്തും പരാജയമാണ്. വെറുതെ പറയാ, പരാജയമൊന്നുമല്ല, നല്ല വിജയ, നല്ല വിജയ. എന്താ നല്ല വിജയം? വിജയം പരാജയം എന്ന് പറഞ്ഞത് എന്തിനാ? ലക്ഷ്യം നേടുന്നതിനല്ലേ വിജയം എന്ന് പറയാ. ലക്ഷ്യം നേടുന്നതിലെ വിജയം. നമ്മളെന്തിനാ പഠിച്ച് വിദേശത്ത് പോകാനാ? നമ്മളെ പഠിച്ചത് അല്ലെങ്കിൽ കുറെ ഉണ്ടാക്കാനാ? നമ്മളെ പഠിച്ച് അള്ളാഹ്ക്ക് ഇബാദത്ത് എടുക്കാനാണ്. ഈ 25 കൊല്ലം 25 കൊല്ലം നമ്മൾ വിദേശത്ത് പോയി, 25 കൊല്ലം നമ്മൾ നിസ്കരിച്ചിട്ടില്ലേ? 25 കൊല്ലം നമ്മൾ നോമ്പെടുത്തിട്ടില്ലേ? 25 കൊല്ലം നമ്മൾ ഭാര്യനെ പോറ്റിയിട്ടില്ലേ? 25 കൊല്ലം നമ്മൾ മക്കളെ പോറ്റിയിട്ടില്ലേ? 25 കൊല്ലം നമ്മൾ 10 ദിർഹമാണെങ്കിൽ നമ്മൾ സംഭാവന ചെയ്തിട്ടില്ലേ? 25 കൊല്ലവും നമ്മളെ ജീവിതം ലക്ഷ്യം നേടിയിട്ടില്ലേ? നമ്മൾ ജീവിച്ചിട്ട് അള്ളാഹ്ക്ക് ഇബാദത്ത് എടുക്കാനല്ലേ അള്ളാഹ് പഠിച്ചു നമ്മളെ. അപ്പൊ പരാജയം, മൂമിനായ മനുഷ്യന് ജീവിതത്തിൽ പരാജയം ഇല്ല. മൂമിനായ മനുഷ്യനൊക്കെ വിജയം തന്നെയാണ്. മൂമിനായ മനുഷ്യന് പരാജയമില്ല. അതുകൊണ്ട് തന്നെ മൂമിനായ മനുഷ്യന് ടെൻഷനും ഇല്ല. ടെൻഷൻ ഉണ്ടാകുന്ന ഈമാൻ കുറയുന്നുണ്ടാൽ. ഈമാൻ ഉണ്ടെങ്കിൽ ഒരു മനുഷ്യന് ടെൻഷൻ ഇല്ല. അത് നമ്മളെ സഹോദരിമാരും മനസ്സിലാക്കണം. അള്ളാഹു നിശ്ചയിച്ചതേ എപ്പോഴും വരുള്ളൂ. ഉദാഹരണത്തിന് ഈസാ നബി അലൈഹി സ്വലാമിന് ഒറ്റ മക്കളുമില്ല, അവർക്കൊരു ടെൻഷനും ഇല്ല. കാരണം അള്ളാഹു തആല നിശ്ചയിച്ച് കിട്ടിയിട്ടുണ്ട്, നുബുവത്ത് കിട്ടിയിട്ടുണ്ട്, വല്ലതും കിട്ടും. മക്കളില്ല, അള്ളാഹു തആല നിശ്ചയം അങ്ങനെയാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് ആമക്കളുണ്ട്, പെമ്മക്കളില്ല, മൂപ്പർക്ക് ഒരു ടെൻഷനും ഇല്ല, കിട്ടിയത് തന്നെ അൽഹംദുലില്ലാഹ് ഖൈറാണ്. പിന്നെ ലൂത്ത് നബി അലൈഹി സ്വലാമിന് പെൺമക്കളേ ഉള്ളൂ, ആമക്കളില്ല, മൂപ്പർക്ക് ഒരു ടെൻഷനും ഇല്ല. ലൂത്ത് നബി അലൈഹി സ്വലാമിന് ഒരു ടെൻഷനും ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആൺമക്കൾ ഉണ്ടായിട്ട് പെൺമക്കൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ആ മക്കൾ മുഴുവനും കുട്ടിക്കാലത്ത് മരിച്ചു പോയിട്ടുണ്ട്. ടെൻഷനില്ല. കാരണം അള്ളാഹു തആല ദറജ വർദ്ധിപ്പിക്കാനാ. ഇത് നമ്മൾ മനസ്സിലാക്കണം. ഇത് മനസ്സിലാക്കിയാൽ, അള്ളാഹുവിന്റെ ഖദറിൽ ശരിക്കും നമ്മൾ വിശ്വസിച്ചാൽ, അള്ളാഹുവിലേക്ക് നമ്മുടെ മനസ്സ് തിരിഞ്ഞാൽ, ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, ഹൃദയത്തിന് അതുകൊണ്ടേ സമാധാനം കിട്ടൂ. പണം കൊണ്ട് സമാധാനം കിട്ടൂല, അധികാരം കൊണ്ട് സമാധാനം കിട്ടൂല. അധികാരമുള്ളവൻ അധികാരം പോയി പോകുന്ന ബേജാറില്ല, ഓരോ ദിവസവും ബേജാറില്ല. അതിനേക്കാണപ്പുറം അധികാരം കിട്ടാതെ ബേജാറില്ലാണ്. പിന്നെയോ 80 സൂപ്പർ മാർക്കറ്റുള്ളവന് 81ാമത്തെ തുറക്കേണ്ട ബേജാറില്ല. ബേജാറപ്പാ തീരുന്ന്, ബേജാർ ഒരു കാലത്തും തീരൂല. ബേജാറ് തീരൽ അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, ഹൃദയം അള്ളാഹുവിലേക്ക് തിരിക്കുമ്പോഴാണ്. അപ്പൊ ഞാൻ ചുരുക്കി പറയുന്നു, അള്ളാഹുമായുള്ള കരാർ എന്താ? അള്ളാഹു നമുക്ക് തന്ന ആരോഗ്യവും സമയവും സമ്പത്തും അള്ളാഹുവിന്റെ പൊരുത്തത്തിൽ ചെലവഴിക്കണം. അത് അള്ളാഹുമായുള്ള കരാറാണ്. മറ്റൊന്ന്, അള്ളാഹുവിന്റെ സൃഷ്ടികളുമായി നമുക്ക് കരാറുണ്ട്. അതിൽപ്പെട്ട ഏറ്റവും വലിയ കരാറാണ് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള കരാർ. നിക്കാഹിന്റെ വാചകം തന്നെ ഒരു കരാറിന്റെ, ഒരു ഉടമ്പടിയുടെ, ഒരു ഇടപാടിന്റെ വാചകമാണ്. അങ്കഹതുക ബിന്ദി, എന്റെ മകളെ നിനക്ക് ഞാൻ കൂട്ടിച്ചേർത്ത് തന്നു. ഖബിൽതു നികാഹഹ, അവളെ കൂട്ടിച്ചേർത്ത് തന്നത് ഞാൻ സ്വീകരിച്ചു എന്നാണ്. അപ്പൊ കൂട്ടിച്ചേർത്ത് തന്നു എന്ന് ബാപ്പ പറഞ്ഞിട്ടാ നമ്മളെ ഭാര്യ നമ്മൾ കല്യാണം കഴിച്ച്, അല്ലെ ആങ്ങള ബന്ധപ്പെട്ട ഒരാൾ പറഞ്ഞിട്ടാ ഞാൻ നിനക്ക് കൂട്ടിച്ചേർത്ത് തന്നു. അപ്പൊ നമ്മളെ ധാരണ എന്താ? കെട്ടുന്നവന്റെ ധാരണ എന്താ? കൂട്ടിച്ചേർത്ത് തന്നു എന്നല്ലേ പറഞ്ഞ. ഇനി ഇവളെല്ലാം എന്റെ ദുഃഖത്തിലും എന്റെ സന്തോഷത്തിലും എന്റെ കൂടെ തന്നെ ഇവൾ ഉണ്ടാവുന്ന. പിന്നെ എപ്പോഴെങ്കിലും ഒരു ചെറിയ പ്രശ്നം വരുമ്പോ ഇവൾ ചാടിപ്പോകാൻ പറ്റുമോ? അല്ലെങ്കിൽ ഇവൾ തിരിച്ച് ചിന്തിക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ എന്റെ ഉമ്മയോടും എന്റെ ഉപ്പയോടും നല്ല നിലക്കല്ലാതെ അവൾ പെരുമാറാൻ പറ്റുമോ? കാരണം ഇവൾ എനിക്ക് കൂട്ടിച്ചേർത്ത് തന്നു എന്ന് പറഞ്ഞപ്പോഴല്ലേ ഖബിൽതു നികാഹഹ, കൂട്ടിച്ചേർന്നതിനെ ഞാൻ സ്വീകരിച്ചു എന്ന് പറഞ്ഞത്. അപ്പൊ കൂട്ടിച്ചേർത്ത് തന്നതിനെ സ്വീകരിച്ചതാണ്. അതുപോലെ തന്നെ അങ്ങോട്ടും കൂട്ടിച്ചേർത്ത് തന്നു എന്നല്ലേ പറഞ്ഞ്. എന്റെ ഒരു കൈക്ക് വേദനയാണ്, മറ്റേ കൈ കൊണ്ട് കുത്താൻ പാടുണ്ടോ? ഒരു കൈക്ക് വേദനയുണ്ട്, ഇങ്ങനെ കൈയോടെ കൈക്ക് എന്താ വേദനയാന്ന് കുത്തല. ഇതുപോലെ ഭാര്യന്റെ അടുത്തൊരു ദുസ്വഭാവം വരുമ്പോഴേക്ക് നമ്മൾ ചൊടിക്കലാ, നമ്മൾ ചൊടിക്കാൻ പാടില്ല. കാരണം നമ്മൾ കൂട്ടിച്ചേർത്ത് രണ്ടും ഒന്നല്ലേ. രണ്ടും ഒന്നായി കഴിഞ്ഞാൽ പിന്നെ അവളെടുത്തൊരു ദുസ്വഭാവം വരുമ്പോൾ തൽക്കാലം എന്ത് വേണം? വലത്തേ കൈക്ക് വേദനയാകുമ്പോൾ ഇടത്തേ കൈ കൊണ്ട് പിടിച്ചിങ്ങനെ വെക്കുക. എന്തിന്? വേദന കുറഞ്ഞു കിട്ടാൻ വേണ്ടി തടയി കൊടുക്കുക. അങ്ങനെയാണ്. ഇതേപോലെ തന്നെ ഇടത്തേ കൈക്ക് വേദനയാകുമ്പോൾ വലത്തേ കൈ കൊണ്ട് ഇങ്ങനെ തടയി കൊടുക്കുക. അല്ലാതെ അതിന് കുത്തല പിന്നെയും കുത്തലല്ല. ഇതുപോലെ ഭാര്യയും ഭർത്താവ് ഒന്നാണ്. ഭാര്യയും ഭർത്താവ് ഒന്നായാൽ ഭാര്യയ്ക്ക് പ്രയാസം, അവളുടെ നാവ് കൊണ്ട് ഒരു മോശമായത് പറഞ്ഞാൽ അത് ക്ഷമിച്ച് നിന്നിട്ട് അവളെ നല്ല നിലക്ക് ഉപദേശിക്കുക. ഒന്നാദ്യം ജീവിക്കുക, എന്നിട്ട് നല്ല നിലക്ക് അവളോട് ഉപദേശിക്കുക. ദേഷ്യം പിടിക്കാൻ പാടില്ല. ഇതേപോലെ തന്നെ ഭർത്താവിന് ഒരിക്കൽ ചൂടായാലോ അപ്പം ഭാര്യയും ചൂടാൻ പാടില്ല. ഭാര്യ ആ സമയത്ത് എന്ത് ചെയ്യുക? എന്റെ അങ്ങേ കൈക്ക് വേദനയാകുമ്പോൾ ഇങ്ങേ കൈയോട് തടകുന്ന മാതിരി ഇവളെ നേരം ചൂടാകാതിരിക്കുക. ഇങ്ങനെ ഒരാൾ പരിശ്രമിച്ചാൽ അവരുടെ ജീവിതത്തിൽ എന്താ സന്തോഷം, എന്താ സുഖം. നേരെ മറിച്ച് അവള് ചൂടാകുന്നതിനെ 10 ഇരട്ടി ഞാൻ ചൂടാകുകയാണ്, ഞാൻ ചൂടാകുന്നതിന്റെ 20 ഇരട്ടി അവൾ ചൂടാകുകയാണ്. എപ്പോഴാ സമാധാനം കിട്ടുക? അപ്പൊ അള്ളാഹുവിന്റെ കരാറ് എന്ന് പറഞ്ഞതിൽ വളരെ പ്രധാനപ്പെട്ടാണ് സൃഷ്ടികൾക്കിടയിലുള്ള കരാറ്. ഈ കരാറിനെ സംബന്ധിച്ചും നമുക്ക് ബോധം വേണം. നമ്മളെ വീട്ടിൽ നമ്മളൊരു പണിക്ക് വേണ്ടി, ഒരു ജോലിക്ക് വേണ്ടി ഒരാളെ ഏൽപ്പിച്ചു, അല്ലെങ്കിൽ ഒരു ഡ്രൈവറെ നമ്മൾ ടാക്സി കൂട്ടി പോവുകയാണ് കോഴിക്കോട്ടേക്ക്. പോകുന്ന സമയത്ത് ഈ ടാക്സിയുടെ ഡ്രൈവർ അതിന്റെ ടയർ
എൻ്റെ കാറ്റ് ഒഴിഞ്ഞുപോയി. ഞാൻ ഡ്രൈവറോട് ദേഷ്യം പിടിക്കുകയല്ല, നമ്മൾ കൂടി ഇറങ്ങിയിട്ട് ആ ടയറൊന്ന് മാറ്റാൻ വേണ്ടി നമ്മൾ കൂടി കൊടുക്കാൻ വേണ്ടത്. അതാണ് ബുദ്ധിയുള്ള മണ്ട്. ഡ്രൈവറോട് ദേഷ്യം പിടിച്ചിട്ട് കാര്യമില്ല, അതൊക്കെ സ്വാഭാവികമാണ്. അങ്ങനെ ടയറൊന്നും പോകാത്ത ഒറ്റ ടയർ ഒരിക്കലും കാറ്റ് പോകാത്ത വണ്ടിയൊന്നും ഒരു സ്ഥലത്ത് കിട്ടൂല. അതുപോലെ ഒരു തെറ്റും ചെയ്യാത്ത ഒരു ഭാര്യനെ കിട്ടും വിചാരിച്ചാൽ ആരും പെണ്ണിട്ടാൻ പോണ്ട. അതുപോലെ തന്നെ ഒരു മോശവും ഇല്ലാത്തൊരു ഭർത്താവിനെ കൊണ്ട് വെച്ചിട്ട് ആരും ഒട്ട് വിവാഹിതയാകാൻ അവൻ പോണ്ട. കാരണം മനുഷ്യന്മാർക്ക് ദൗർബല്യം ഉണ്ടാവും, കുറച്ചൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സ്വഭാവത്തിലൊക്കെ പാളിച്ചകൾ ഉണ്ടാകും. അതൊക്കെ ക്ഷമിക്കാൻ സാധിക്കണം. അല്ലദീന യൂഫൂന ബിഅഹ്ദില്ലാഹി വലാ യൻഖുദൂനൽ മീസാഖ്. അപ്പോൾ 9 കാര്യം വേണോ? 2 കാര്യമാണ്. ഒന്ന്, അള്ളാഹുവിന്റെ കരാർ പാലിക്കുക. അള്ളാഹുവിന്റെ കരാർ പാലിക്കാനുള്ള ഇമാമിങ്ങൾ പറഞ്ഞ തഫ്സീർ, എന്തെല്ലാം അള്ളാഹ് കൽപ്പിച്ചിട്ടുണ്ട് അതൊക്കെ എടുക്കുക എന്നാ. അള്ളാഹ് വിരോധിച്ചതൊക്കെ ഒഴിക്കുക, എന്നാലേ അള്ളാഹുവിന്റെ കരാർ ശരിക്കും പാലിക്കലാവും. വലാ യൻഖുദൂനൽ മീസാഖ് വല്ലദീന യസിലൂന മാ അമറല്ലാഹു ബിഹി അൻ യൂസല. 2 മൂന്നാമത്തെ കാര്യം, അള്ളാഹു തആല ചേർക്കാൻ പറഞ്ഞതിനൊക്കെ ചേർക്കണം. കുടുംബബന്ധം ചേർക്കണം, അയൽവാസികളോട് നല്ല നിലക്ക് പെരുമാറണം, തൊട്ടടുത്ത റൂമിലുള്ളവരോട് നല്ല നിലക്ക് പെരുമാറണം, കുടുംബങ്ങളോട്, ഭാര്യയുടെ കുടുംബത്തോട്, ഭർത്താവിന്റെ കുടുംബത്തോട് നല്ല നിലക്ക് പെരുമാറണം. അത് അത്യാവശ്യമാണ്. ഭാര്യയും ഞാനും തമ്മിൽ നല്ല ബന്ധമാണ്, പക്ഷെ അവളെ വീട്ടിൽ കല്യാണം വരുന്ന ദിവസം അവളെ കൊണ്ട് കണ്ണുനീര് കുടിപ്പിച്ചിട്ടല്ലാതെ ഞാൻ അവളെ വിടൂല. അങ്ങനത്തെ ചില ഭർത്താക്കന്മാരുണ്ട്. അവളെ വീട്ടിൽ അല്ല അവളെ അനുജത്തിയുടെ അല്ലെ ആങ്ങളയുടെ ഒരു കല്യാണം വരുമ്പോൾ എല്ലാ ശല്യം വന്ന് ഭാര്യനെ അങ്ങോട്ട് ജയിച്ചു കളയാ. അങ്ങനത്തെ ചില ഭർത്താക്കന്മാരുണ്ട്. അത് കൂട്ടിച്ചേർത്തു എന്ന് പറഞ്ഞതിന് അംഗീകരിച്ചവരല്ല. വല്ലദീന യസിലൂന മാ അമറല്ലാഹു ബിഹി അൻ യൂസല. ചേർക്കപ്പെടാൻ അള്ളാഹു തആല നിർദ്ദേശിച്ചതിനെ ചേർക്കുന്നവരായിരിക്കണം. അതുപോലെ തന്നെ ഭർത്താവിനെ അമിതമായി പറഞ്ഞ് ബുദ്ധിമുട്ടിക്കുക. എൻ്റെ അനുജത്തിൻ്റെ കല്യാണമാണ്, ഇത്ര സാധനം കൊടുക്കണം, ഇന്നത് കൊടുക്കണം, ഇവന് കഴിയോ കഴിയൂല, അതൊന്നും നോക്കുന്നില്ല, ഷെഡ്യൂളൊന്നുമില്ല, ഒരു ബജറ്റും നോക്കുന്നില്ല, ഇവളങ്ങോട്ട് പാസ്സാക്കുകയാണ്. ഇന്നത് വാങ്ങിക്കൊടുത്തേ പറ്റൂ, അല്ലെങ്കിൽ വളരെ മോശമാണ്. കൊടുത്താൽ അതിനേക്കാളും മോശമാണ്. ഇവൻ കടത്തിൽ മുങ്ങാണ്, ഇവൻ കടത്തിലും അതിനേക്കാളും മോശമാണ് കൊടുത്താൽ. അപ്പൊ അതും നോക്കണം. അപ്പൊ തിരിച്ചും മറിച്ചും നോക്കേണ്ടതുണ്ട്. വല്ലദീന യസിലൂന മാ അമറല്ലാഹു ബിഹി അൻ യൂസല വയഖ്ശൗന റബ്ബഹും. 4-മതായി, അള്ളാഹുവിനെ ഭയപ്പെടുന്നവരായിരിക്കണം. ഏത് വിഷയത്തിലും അള്ളാഹുവിനെ ഭയപ്പെടണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ഗൗരവത്തോട് പറഞ്ഞൊരു വിഷയമുണ്ട്, അൽ ഹംഉ അൽ മൗത്ത് എന്ന് പറഞ്ഞു. ഭർത്താവിന്റെ ജ്യേഷ്ഠൻ, അനുജൻ തുടങ്ങിയ ആളുകൾ, അവരുമായി ഉള്ള ബന്ധങ്ങൾ അത് വളരെ അപകടകരമായ ബന്ധമാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതായത് ഭർത്താവിന്റെ ജ്യേഷ്ഠനും അനുജനുമായൊക്കെ ചിലപ്പോൾ ചില ആവശ്യത്തിന് വിളിക്കേണ്ടതും പറയേണ്ടതൊക്കെ വന്നു വരും. പക്ഷേ മുഖത്ത് നോക്കാൻ പാടില്ല, ആവശ്യമില്ലാത്ത ഒരു വിഷയം സംസാരിക്കാൻ പാടില്ല, ദുരുദ്ദേശപരമായ ഒരു കാര്യവും തിരിച്ചു മറിച്ചുണ്ടാകാൻ പാടില്ല. ഒരു ഭാര്യയെ സ്വന്തം വീട്ടിൽ താമസിപ്പിക്കുന്ന ഭർത്താവ് ഒരിക്കലും ആ വീട്ടിൽ പ്രായപൂർത്തിയായ വലിയ ഒരു വ്യക്തിയെ, അന്യപുരുഷനായ ഒരു വ്യക്തിയെ ഒരിക്കലും താമസിക്കാൻ അനുവദിക്കരുത്.